ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ. നമ്മൾ ഇന്ന് ICDS സൂപ്പർവൈസറുടെ സോഷ്യോളജി സിലബസിലെ മൂന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ICDSൽ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോഷ്യൽ പ്രോബ്ലം ഒക്കെ പോലെ തന്നെ ഡെവലപ്മെന്റൽ ഇഷ്യൂസും വളരെയധികം പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് വന്നൊരു ഏരിയ ആണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് പോവർട്ടി ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണല്ലേ, അതായത് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് പോവർട്ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം അല്ലെ. പോവർട്ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. പോവർട്ടി എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് വേർ എ പേഴ്സൺ ലാക്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഓപ്ഷൻ സി നോട്ട് ഓയിങ് എ ഹൗസ്, ഓപ്ഷൻ ഡി ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയും 4 കാര്യങ്ങളാണ് പോവർട്ടിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പോവർട്ടി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആൻസർ ബി ആണ് വരുന്നത്. പോവർട്ടി എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് വേർ എ പേഴ്സൺ ലാക്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെ. എന്താണ്? ഒരു വ്യക്തിക്ക് ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ ഒരു കുറവ്, ലാക്ക് അല്ലെ, ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ ഒരു കുറവ്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് അയാൾക്ക് ഫിനാൻഷ്യൽ റിസോഴ്സ് കുറവ്? ഫോർ എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെ, മാന്യമായിട്ടുള്ള രീതിയിൽ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ജീവിക്കാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ കുറവിനെയാണ്, ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ ആ ഒരു കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോവർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മീറ്റപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ കുറവിനെയാണ് എന്ത് പറയുന്നത്? പോവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോവർട്ടി ലാക്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് എസെൻഷ്യൽ ഫോർ എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെ. ഫിനാൻഷ്യൽ റിസോഴ്സിന്റെ ഒരു കുറവ്, പിന്നെ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ ഫോർ എ ആൻഡ് എസെൻഷ്യൽ ഫോർ എ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു കുറവിനെ നമ്മൾ എന്ത് പറയും? പോവർട്ടി എന്ന് പറയും. Then, as of 2011, what percentage of Indian population lived below the national poverty line? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷന്റെ നാഷണൽ പോവർട്ടി ലൈനിന് താഴെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന ആളുകളുടെ പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 10%, 20%, 21.50%, 30%. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ സി ആണ്. 21.9% നമ്മുടെ പോവർട്ടി ലൈനിൽ വരുന്ന ഇന്ത്യൻ പോപ്പുലേഷനിൽ വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ വേൾഡ് ബാങ്ക് പോവർട്ടി ഈസ് അല്ലെ. വേൾഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പോവർട്ടി എന്ന് പറയുന്നത് എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only about low income. ഓക്കെ, only about low income. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രൊനൗൺസ്ഡ് ഡിപ്രിവിയേഷൻ ഇൻ വേജ്, പ്രൊനൗൺസ്ഡ് ഡിപ്രിവിയേഷൻ ഇൻ വേജ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് only about low lack of food. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് slowly lack of employment. ഓക്കെ, only about low income, pronounced deprivation in wage, only about low lack of food, slowly lack of employment. ഈ 4 ഇന്ത്യയിൽ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? എബൌട്ട് ലോ ഇൻകം, ലോ ഇൻകം ആണെന്ന് പറയുന്നു. രണ്ടാമത്തെ എന്താണ്? വേജിൽ വരുന്ന ഡിപ്രീവിയേഷൻ അല്ലെ, വേതനത്തിൽ വരുന്ന ഡിപ്രീവിയേഷന്. ദെൻ ലാക്ക് ഓഫ് ഫുഡ്, ദെൻ ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ്. ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. എന്താണ്? പ്രൊനൗൺസ്ഡ് ഡിപ്രിവിയേഷൻ ഇൻ വേജില്, നമ്മുടെ വേതനത്തിൽ വരുന്ന ഡിപ്രിവിയേഷൻ ആണ് നമ്മൾ വേൾഡ് ബാങ്ക് പോവർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഇൻഡെക്സ് റാങ്ക് കൺട്രീസ് ബേസ്ഡ് ഓൺ ഹങ്കർ അല്ലെ. ഏത് ഇൻഡെക്സ് റാങ്ക് ആണ് നമ്മുടെ രാജ്യത്തിന്റെ, ഒരു രാജ്യത്തിന്റെ ഹങ്കറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, ഓപ്ഷൻ സി പോവർട്ടി ഇൻഡെക്സ്, ഓപ്ഷൻ ഡി ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, പോവർട്ടി ഇൻഡെക്സ്, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ആൻസർ വരുന്നത് ആൻസർ എ ആണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ് ഇന്ത്യയുടെ റാങ്ക്, നമ്മുടെ കൺട്രീസിന്റെ ഇൻഡെക്സ് റാങ്ക്, ഹംഗറിയുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് റാങ്ക് നോക്കുന്നത്.
ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഈസ് എ ടോൾഡ് ദാറ്റ് attempt to measure and track hunger globally as well as by region and by country. അല്ലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇസ് എ ടോൾഡ് ദാറ്റ് അറ്റംപ്റ്റ് ടു മെഷർ അല്ലെ മെഷർ ചെയ്യാനും അതേപോലെ തന്നെ ആൻഡ് ട്രാക്ക് ഹങ്കർ ഗ്ലോബലി അതേപോലെ തന്നെ പ്രാദേശികപരമായി നമ്മുടെ ഓരോ ദേശത്തിന്റെയും ഒക്കെ ഹങ്കർ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് 3 ഡയമെൻഷൻസിലാണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിന്റെ ഇൻസഫിഷ്യൻസി ഇതിൽ നോക്കുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഷോർട്ട് ഫാൾസ് ഇൻ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടാത്തതിന്റെ ഒരു അവസ്ഥ നോക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് ചൈൽഡ് മോർട്ടാലിറ്റി അല്ലെ, ശിശു മരണ നിരക്കും എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഡയമെൻഷൻ ആണ്. അപ്പോൾ 3 മേജർ ഡയമെൻഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്നാമത്തത് ഇൻസഫിഷ്യന്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഷോർട്ട് ഫാൾസ് ഇൻ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, മൂന്നാമത്തത് ചൈൽഡ് മോർട്ടാലിറ്റി. ദീസ് ആർ ദ 3 മെയിൻ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ 2023 where does India rank in the global hunger index? ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ അവരൊരു പട്ടികയാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് തിരിച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ ഇന്ത്യ എത്രാമത്തെ പൊസിഷനിലാണ്, ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഡി ആണ് വരുന്നത്. 111ാമത്തെ പൊസിഷനാണ് ഇന്ത്യയിലുള്ളത് അല്ലെ. അപ്പോ 111ാമത്തെ പൊസിഷനാണ് ഇന്ത്യക്കുള്ളത്. Then which among the following in a type of poverty? Which among the following in a type of poverty? ഇതിൽ ഇത്രയും പറഞ്ഞതിൽ ഏതാണ് ടൈപ്പ് ഓഫ് പോവർട്ടി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മെന്റൽ പോവർട്ടി, ഓപ്ഷൻ ബി ഇമോഷണൽ പോവർട്ടി, ഓപ്ഷൻ സി റിലേറ്റീവ് പോവർട്ടി, ഓപ്ഷൻ ഡി ഫങ്ഷണൽ പോവർട്ടി. മെന്റൽ പോവർട്ടി, ഇമോഷണൽ പോവർട്ടി, റിലേറ്റീവ് പോവർട്ടി, ഫങ്ഷണൽ പോവർട്ടി. അപ്പൊ നോക്കേണ്ടത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പോവർട്ടികൾ ഉണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞതിൽ ഏതാണ് നമ്മുടെ പോവർട്ടിയുമായി ബന്ധപ്പെട്ട്? ആൻസർ സി ആണ് വരുന്നത്, റിലേറ്റീവ് പോവർട്ടി. നമുക്ക് പോവർട്ടിയുടെ 2 ടൈപ്പുകൾ നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് റിലേറ്റീവ് പോവർട്ടി, രണ്ടാമത്തെ ടൈപ്പ് അബ്സല്യൂട്ട് പോവർട്ടിയാണ്. ഇപ്പൊ റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇൻകം ഇനീക്വാലിറ്റി ആണ്. ഇൻകം ഇനീക്വാലിറ്റി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 1 crore rupees ഉണ്ട്, മറ്റൊരാളുടെ കയ്യിൽ 2 crore rupees ഉണ്ട്. നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് നോക്കും. അവന്റെ കയ്യിൽ 2 crore ഉണ്ട്, എന്റെ കയ്യിൽ 1 crore ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു കാർ ഉണ്ട്, എന്റെ കയ്യിൽ കാറില്ല, അതുകൊണ്ട് ഞാനൊരു പാവപ്പെട്ടവന് അങ്ങനെ പറയും. അങ്ങനെ അതാണ് റിലേറ്റീവ് പോവർട്ടി. നമ്മുടെ ഇൻകത്തിൽ വരുന്ന ഇനീക്വാലിറ്റി ആണ് റിലേറ്റീവ് പോവർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞത് അബ്സല്യൂട്ട് പോവർട്ടിയാണ് അല്ലെ. അബ്സല്യൂട്ട് പോവർട്ടി ഡസ് നോട്ട് ഹാവ് ദ മിനിമം എമൗണ്ട് ഓഫ് ഇൻകം മീറ്റ് ദ ബേസിക് നീഡ്സ്. ഡസ് നോട്ട് ഹാവ് ദ മിനിമം എമൗണ്ട് ഓഫ് ഇൻകം മീറ്റ് ദ ബേസിക് നീഡ്സ്. നമ്മുടെ ബേസിക് നീഡ്സ് പോലും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ബേസിക് നീഡുകൾ എന്തൊക്കെയായിരിക്കും? ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ്. അത് മീറ്റ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് പോവർട്ടി, റിലേറ്റീവ് പോവർട്ടി ആൻഡ് അബ്സല്യൂട്ട് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻകം ഇനീക്വാളിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട് പോവർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. Then ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ദ ലാർജ് സാമ്പിൾ സർവേ ഓഫ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇൻ ഇന്ത്യ? വിച്ച് ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ ആണ് പ്രൊവൈഡ് ദ ലാർജ് സാമ്പിൾ സർവേ ഓഫ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഇൻ ഇന്ത്യ? കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ഡാറ്റ നമുക്ക് തരുന്ന ലാർജ് സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ഇ WHO, ഓപ്ഷൻ സി NSSO, ഓപ്ഷൻ ഡി വേൾഡ് ബാങ്ക്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ സി NSSO ആണ്. ഈ NSSO എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ NSSO. ഇത് സോഷ്യോ എക്കണോമിക് സർവേ കൂടി ഇതിന്റെ കീഴിൽ നടത്തുന്നുണ്ട്. NSOയുടെ കീഴിൽ സോഷ്യോ എക്കണോമിക് സർവേ കൂടി നടത്തുന്നുണ്ട്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ലോവസ്റ്റ് റേറ്റ് ഓഫ് പോവർട്ടി?
വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ലോവസ്റ്റ് റേറ്റ് ഓഫ് പോവർട്ടി? ഇന്ത്യയിൽ ഏറ്റവും കുറവ് പോവർട്ടി റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഇന്ത്യയിൽ ഏതാണ്? നമുക്ക് വളരെ കണ്ണു ചിമ്മി നമുക്ക് ഉത്തരം പറയാം. നമ്മുടെ ഓൺ ഗോഡ്സൺ കൺട്രി കേരളയാണ് അല്ലെ. കേരളത്തിലാണ് പോവർട്ടി ഏറ്റവും കൂടുതൽ. കാരണം നമുക്ക് അത് അറിയാവുന്ന കാരണം കേരളമാണ് എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നത്, മുന്നിൽ നിൽക്കുന്നത് അല്ലെ. അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ചൈൽഡ് മോർട്ടാലിറ്റിയുടെ കുറവിലായാലും ഒക്കെ എന്താണ് മുന്നിട്ട് നിൽക്കുന്നത് കേരളമാണ്. അപ്പൊ കേരളത്തിലാണ് പോവർട്ടി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ വിത്തൗട്ട് പോവർട്ടി? ഇന്ത്യയിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് പോവർട്ടി ഒട്ടും തന്നെ ഇല്ലാത്തത്? ഓപ്ഷൻ എ പാറ്റ്ന, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി പൂനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കേരളമാണ് നമ്മുടെ പോവർട്ടി കുറവ് എന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഊഹിക്കാം. അപ്പൊ എറണാകുളമാണ് എന്തുള്ളത് ഇതിന്റെ ആൻസർ. ഇന്ത്യയിൽ പോവർട്ടി ഒട്ടുമില്ലാത്ത ഡിസ്ട്രിക്ട് എന്ന് പറയും, ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. ഓക്കെ, കേരളമാണ് സംസ്ഥാനങ്ങളിൽ പോവർട്ടി കുറവുള്ളത്. ദെൻ എറണാകുളത്ത് ഒട്ടും പോവർട്ടി ഇല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം എറണാകുളം എന്നുള്ള മേജർ സിറ്റി ഒക്കെയാണ്. അപ്പൊ അവിടെയാണ് പോവർട്ടി ഇല്ലാത്തത് എന്നാണ് പറയുന്നത്. As per Niti Aayog performance of state in poverty reduction, the rank list is prepared on the basis of 12 criteria supported by the Niti Aayog. അല്ലെ, നീതി ആയോഗിന്റെ 12 ക്രൈറ്റീരിയാസ് മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റേറ്റിന്റെയും പോവർട്ടി റിഡക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എറണാകുളമാണ് അല്ലെങ്കിൽ കേരളമാണ് പോവർട്ടി കുറവ് എന്നൊക്കെ കണ്ടെത്തുന്നത്. നീതി ആയോഗിന്റെ 12 ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ്. ഓക്കെ, ക്രൈറ്റീരിയസ് എന്താണെന്ന് നമുക്ക് നോക്കട്ടെ. പക്ഷെ അവിടെ ഒരു 12 ക്രൈറ്റീരിയ നീതി ആയോഗാണ് അതെന്ത് ചെയ്യുന്നത്, അത് നൽകുന്നത് എന്നാണ് പറയുന്നത്. Then which state has the highest poverty rate in India? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോവർട്ടി റേറ്റ് കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. അപ്പോ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ബീഹാർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ മഹാരാഷ്ട്രയല്ല, കേരളയല്ല, ജാർഖണ്ഡ് അല്ല, ഓപ്ഷൻ ബി ബീഹാർ ആണ് വരുന്നത്. Then who first estimated poverty in the second half of the 19th century? Who first estimated poverty in the second half of the 19th century? 19th centuryയുടെ സെക്കൻഡ് ഹാഫിൽ ആദ്യമായിട്ട് പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്തത് ആരാന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ദാദാബായ് നവറോജി. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്, ദാദാബായ് നവറോജി. അപ്പൊ ദാദാബായ് നവറോജിനെ കുറിച്ച് നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഈ പോവർട്ടിയെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയത് ദാദാബായ് നവറോജി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം തെളിയിച്ചത് ട്രെയിൻ ഓഫ് വെൽത്ത് അല്ലെ, ചോർച്ചാ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. ട്രെയിൻ ഓഫ് വെൽത്ത്, ഡ്രെയിൻ ഓഫ് വെൽത്ത്, ചോർച്ചാ സിദ്ധാന്തം. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു, അവരുടെ രാജ്യങ്ങളിലോട്ട് എന്ത് ചെയ്തു, കയറ്റുമതി ചെയ്യുന്നു. അവരുടെ രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുന്നു. ഇപ്പോ ഒരു കോട്ടൺ വസ്ത്രങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോട്ടൺ എന്ത് ചെയ്യുന്നു, ഇവര് അവരുടെ രാജ്യത്തിലോട്ട് എന്ത് ചെയ്യുന്നു, കയറ്റുമതി ചെയ്യുന്നു. ചെറിയ പൈസക്ക് കയറ്റുമതി ചെയ്യുന്നു. എന്നിട്ട് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് മെഷീൻ മെയ്ഡ് ചെയ്തുകൊണ്ട്, അവരുടെ രാജ്യം ഇൻഡസ്ട്രിയലി ഭയങ്കര ഡെവലപ്പ് ചെയ്ത രാജ്യമായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അവിടെ പോയിട്ട് മെഷീൻ വെച്ചിട്ട് അവര് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ആ പ്രൊഡക്റ്റിൽ ഇന്ത്യയിൽ തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇന്ത്യയിൽ ഉയർന്ന വിലക്ക് അവരെ വിൽക്കുന്നു. അത് ഇന്ത്യയിലെ ആളുകൾ അത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. അപ്പൊ ഇതിനെയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം, ട്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ത്യയുടെ ഈ ഒരു ബ്രിട്ടീഷ് റൂൾ കൊണ്ട് ഇന്ത്യയിൽ ദാരിദ്ര്യമാണ് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോവർട്ടി ലൈൻ പ്രപ്പോസ്ഡ് ബൈ ഹിം വാസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് സബ്സിസ്റ്റൻസ് ഓർ മിനിമം ബേസിക് ഡയറ്റ് അല്ലെ. എന്താണ് മിനിമം ബേസിക് കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് പോവർട്ടി ലൈന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, അഥവാ നവറോജി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂളിംഗ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കമ്മിറ്റി ഷിഫ്റ്റഡ് എവേ ഫ്രം ദ കലോറി ബേസ്ഡ് മോഡൽ ഫോർ എസ്റ്റിമേറ്റിംഗ് പോവർട്ടി? Which committee shifted away from the calorie-based model for estimating poverty? നമ്മുടെ എസ്റ്റിമേറ്റിംഗ് പോവർട്ടി അല്ലെ, അതായത്
നമ്മൾ ഈ ദാരിദ്ര്യം അതായത് പോവർട്ടിയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു കലോറി ബേസ്ഡ് മോഡല് നമ്മൾ എന്ത് ചെയ്തിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യാൻ ഒരു കലോറി ബേസ്ഡ് മോഡലിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പോവർട്ടിയെ എസ്റ്റിമേറ്റ് ചെയ്യാൻ കലോറി ബേസ്ഡ് മോഡലിലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വൈക്കെ അലഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലക്കഡ്വാല കമ്മിറ്റി, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി, ഓപ്ഷൻ സി എന്ന് പറയുന്നത് രംഗരാജൻ കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്തത് നമ്മുടെ മുന്നിലുള്ള കമ്മിറ്റീസ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റിയാണ്. 2005 ഡിസംബറിലാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത്, സുരേഷ് ടെണ്ടുൽക്കർ കമ്മിറ്റി. സബ്മിറ്റ് റിപ്പോർട്ട് ഇൻ ഡിസംബർ 2009. അവിടെ റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്തത് എന്താണ്? 2009 ഡിസംബറിലാണ്. 2005 ഫോം ചെയ്തു, 2009 അവിടെ റിപ്പോർട്ട് എന്ത് ചെയ്തു അവര് സബ്മിറ്റ് ചെയ്തു. ഇവര് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ, മിക്സഡ് റെഫറൻസ് പീരിയഡ്, യൂണിഫോം പോവർട്ടി ലൈൻ ബാസ്കറ്റിംഗ്. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ, മിക്സഡ് റെഫറൻസ് പീരിയഡ്, യൂണിഫോം പോവർട്ടി ലൈൻ ബാസ്കറ്റ്, ഈ 3 കാര്യങ്ങൾക്കായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ, മിക്സഡ് റെഫറൻസ് പീരിയഡ്, യൂണിഫോം പോവർട്ടി ലൈൻ ബാസ്കറ്റ്, ഈ 3 കാര്യങ്ങൾക്കായിരുന്നു അവര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2005 ഡിസംബറിൽ അത് ഫോം ചെയ്യുകയും 2009 ഡിസംബറിൽ അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. The next question, which is the benchmark daily per capita expenditure set by Tendulkar panel for urban areas? ഈ ടെണ്ടുൽക്കർ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? അർബൻ ഏരിയാസിനും അതേപോലെ തന്നെ റൂറൽ ഏരിയാസിനും അതിന്റെ ഒരു പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തിരുന്നു? ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർബൻ ഏരിയാസിൽ അവർ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 47, 32, 25, 33 ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ആൻസർ ഡി 33 ആണ്. ഓക്കെ, ആൻസർ ഡി 33 ആണ് വരുന്നത്. അടുത്തതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്ന വർഷമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 2019, ഓപ്ഷൻ ബി 2018, ഓപ്ഷൻ സി 1986, ഓപ്ഷൻ ഡി 2020. 4 തന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ സി ആണ് വരുന്നത്, 1986. വെരി ഇമ്പോർട്ടന്റ് ആണ്. 1986 ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഫോർ ദാറ്റ് പർപ്പസ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽസ് ആൻഡ് അതർ അതോറിറ്റീസ് ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഡിസ്പ്യൂട്ട് ആൻഡ് ഫോർ മാറ്റേഴ്സ് കണക്റ്റഡ് ദെർവിത്ത്. അല്ലെ, ആൻ ആക്ട് ടു പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ ഫോർ ദ, അല്ലെ, എന്താണ് ഈ കൺസ്യൂമേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ട, താല്പര്യത്തിന് വേണ്ട ബെറ്റർ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ വേറൊരു ഉദ്ദേശം എന്താണ്? മേക്ക് പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽസ്. അല്ലെ, കൺസ്യൂമർ കൗൺസിൽസ് അതേപോലെ തന്നെ ബാക്കിയുള്ള അതോറിറ്റീസ്, പിന്നെ അതിന്റെയൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. ദെൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരിക്കുക, കൺസ്യൂമർ തർക്കങ്ങളുടെ അത് സെറ്റിൽ ചെയ്യുക. ദെൻ അതുമായിട്ട് കണക്ട് ചെയ്ത മാറ്റേഴ്സുകളൊക്കെ എന്ത് ചെയ്യുക, സെറ്റിൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആക്ടിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, അതായത് ചുരുക്കി പറഞ്ഞ ഒരു കൺസ്യൂമറുടെ ഒരു പ്രൊട്ടക്ഷൻ, കൺസ്യൂമറുടെ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുന്നതായിരുന്നു ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കൺസ്യൂമറിന്റെ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ കൺസ്യൂമറിന് വേണ്ട പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കൗൺസിലുകൾ കൊടുക്കുന്നത്, അതോറിറ്റീസ് കൊടുക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ എന്ത് ചെയ്യുന്നത്, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. Then കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോകസഭ ബൈ, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ബി ആണ് വരുന്നത്, രാംവിലാസ് പശ്വൻ ആണ് വരുന്നത്. ഓക്കെ, രാംവിലാസ് പശ്വൻ ആണ് വരുന്നത്. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലല്ല ചോദിച്ചത്, നമ്മളോട് 2050 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇപ്പോ 2050 ഇവിടെ നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ 2050 എന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 2050 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി രാംവിലാസ് പശ്വൻ ആണ്. The Consumer Protection Bill 2050 was introduced in Lok Sabha on August 10, 2015. അപ്പോൾ ലോകസഭയിൽ അത് രാംവിലാസ് പശ്വൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത
ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് August 10, 2015 ആണ്. ഓക്കെ, August 10, 2015 ആണ്. ബൈ ദ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിസ്റ്റർ രാംവിലാസ് പശ്വാൻ. ഓക്കെ, അപ്പോ കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ രാംവിലാസ് പശ്വാൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, August 10, 2015 ലോകസഭയിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് 2015 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ കെയിം ഇൻ ടു ഫോഴ്സ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് എന്നാണ് വന്നിട്ടുള്ളത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ കെയിം ഇൻ ടു ഫോഴ്സ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് എ 2020 ജൂലൈ 30, ഓപ്ഷൻ ബി 2020 ആഗസ്റ്റ് 6, ഓപ്ഷൻ സി 2019 ജൂലൈ 20, ഓപ്ഷൻ ഡി 2020 ജൂലൈ 20. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതിന് ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. 2020 ജൂലൈ 20 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് എന്ത് ചെയ്തിട്ടുള്ളത്, കെയിം ഇൻ ടു ഫോഴ്സ്. നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ വിശദീകരണങ്ങൾ നോക്കാം. ദ ന്യൂ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ പാർലമെന്റ് ഇൻ 2019. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ജൂലൈ 20. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് 1986 2015 വന്നിട്ടുണ്ട്. 2019 വരെ അത് എന്ത് വന്നിട്ടുണ്ട്. അത് 2019 അത് ഫോഴ്സിൽ വന്നത് ജൂലൈ 20 അത് ഫോഴ്സിൽ വന്നത്. അത് നമ്മുടെ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നത്. അതിന്റെ ഒരു അമെന്റ്മെന്റ് ആയിട്ടാണ് ഇത് അത് വന്നിട്ടുള്ളത്. അതിന്റെ സ്ഥാനത്താണ് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ജൂലൈ 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുണ്ടായിരുന്നത്. This act provides safety to consumers regarding defective products, dissatisfactory services, and unfair trade practices, save the rights of the consumers by establishing authorities for timely and effective administration and settlement of consumers' disputes. ഈ ആക്ട് എന്താണ്? സേഫ്റ്റി ടു കൺസ്യൂമേഴ്സിലെ കൺസ്യൂമേഴ്സിന് വേണ്ട സേഫ്റ്റി കൊടുക്കുന്നു. റിഗാർഡിംഗ് ഡിഫക്റ്റീവ് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട കൺസ്യൂമേഴ്സിന് സേഫ്റ്റി കൊടുക്കുന്നു. ഡിസാറ്റിസ്ഫാക്ടറി സർവീസസ്, പിന്നെ അതേപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെതിരെ വേണ്ട സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഡിസാറ്റിസ്ഫാക്ടറി സർവീസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ സേവ് ദ റൈറ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സിലെ കൺസ്യൂമറിനുള്ള റൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് സേവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് സേവ് ചെയ്യുന്നത്? ബൈ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ഫോർ ടൈംലി ആൻഡ് ഇഫക്റ്റീവ്ലി, വളരെ ടൈംലി ബൗണ്ട് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള അതോറിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട റൈറ്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഡിസ്പ്യൂട്ടുകളില് കൺസ്യൂമേഴ്സ് തർക്കങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് സെറ്റിൽ ചെയ്യാനും അതിന് വേണ്ട അഡ്മിനിസ്ട്രേഷനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറയുന്നത്. ഇത് ഫോഴ്സിൽ വന്നത് ജൂലൈ 2020 ഓക്കെ, ഇത് കൺസ്യൂമറിന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്. Then how much chapters and section included in the Consumer Protection Bill 2020? നമ്മൾ ഈ പറഞ്ഞ 1986 സ്ഥാനത്ത് റീപ്ലേസ് ചെയ്ത് വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് 2020 ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് അതിൽ ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സ് എത്രണ്ണമാണ്, സെക്ഷൻസ് എത്രണ്ണമാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ എത്രണ്ണമാണ്, ചാപ്റ്റേഴ്സ് എത്രണ്ണമാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് 8 ചാപ്റ്റർ 100 സെക്ഷൻ, ഓപ്ഷൻ ബി 8 ചാപ്റ്റർ 101 സെക്ഷൻ, ഓപ്ഷൻ സി 8 ചാപ്റ്റർ 107 സെക്ഷൻ, ഓപ്ഷൻ ഡി 7th ചാപ്റ്റർ 107 സെക്ഷൻ. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. 8 ചാപ്റ്റർ 107 സെക്ഷൻ. ഓക്കെ, 8 ചാപ്റ്ററും 107 സെക്ഷനുമാണ് 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലിൽ വരുന്നത്. ഓക്കെ, 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലില് എത്രയാണ് വരുന്നത്? 8 ചാപ്റ്ററും 107 സെക്ഷനുകളാണ് വരുന്നത്. ഇനി അതിൽ പ്രധാനപ്പെട്ട ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ചാപ്റ്റർ 3 സെക്ഷൻ 10. ചാപ്റ്റർ 3 സെക്ഷൻ 10 വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അതാണ് വരുന്നത്. ഈ ചാപ്റ്റർ 3 സെക്ഷൻ 10 വരുന്നതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ദെൻ ചാപ്റ്റർ 4 സെക്ഷൻ 28 വരുന്ന എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷൻ. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടും അതിൽ നോക്കാനുള്ളത്. ഓക്കെ,
നോക്കാനുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് 2020 പ്രധാനപ്പെട്ട രണ്ട് സെക്ഷനാണ് പറഞ്ഞത്. സെക്ഷൻ 10ഉം സെക്ഷൻ 28ഉം. സെക്ഷൻ 10 സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയും സെക്ഷൻ 28 ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്ടേഷൻ കമ്മീഷനും. അതായത് സെൻട്രലിൽ വരുന്ന കൺസ്യൂമേഴ്സ് തമ്മിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ. സെക്ഷൻ 28 നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഇത്. അപ്പൊ സെൻട്രൽ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കണക്കുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ വഴിയെ നമ്മൾ പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ചാപ്റ്റർ 5 ഡീൽസ് വിത്ത് ഇൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ 2020. നമ്മുടെ 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലിലെ ചാപ്റ്റർ 5 എന്തിനെയാണ് ഡീൽ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫൈൻ ആൻഡ് പണിഷ്മെന്റ്, ഓപ്ഷൻ ബി മീഡിയേഷൻ, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫൈൻ ആൻഡ് പണിഷ്മെന്റ് ആണ്, ഓപ്ഷൻ ബി മീഡിയേഷൻ, ഓപ്ഷൻ സി പ്രൊഡക്റ്റ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി ഇൻട്രൊഡക്ഷൻ. ഇത്രയാണ് വരുന്നത്. ഇവിടെ ചാപ്റ്റർ 5 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലിലെ ചാപ്റ്റർ 5 ഡീൽ ചെയ്യുന്നത് ആൻസർ ബി മീഡിയേഷൻ ആണ്. മീഡിയേഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലെ കുറച്ച് സെക്ഷനുകൾ നോക്കാം. സെക്ഷൻ 74 മുതൽ 81 ചാപ്റ്റർ 5 എന്ന് പറയുന്നത് സെക്ഷൻ 74 മുതൽ 81 വരെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ 74 മുതൽ 81 വരെയുള്ള സെക്ഷനുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 74 വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺസ്യൂമർ മീഡിയേഷൻ സെല്ല്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൺസ്യൂമർ മീഡിയേഷൻ സെല്ലാണ് 74 വരുന്നത്. 75 വരുന്നത് എംപാനൽമെന്റ് ഓഫ് മീഡിയേറ്റേഴ്സ്. എംപാനൽമെന്റ് ഓഫ് മീഡിയേറ്റേഴ്സ് ആണ് വരുന്നത്. 76 വരുന്നത് നോമിനേഷൻ ഓഫ് മീഡിയേറ്റേഴ്സ് ഫ്രം പാനൽ ആണ്. നോമിനേഷൻ ഓഫ് മീഡിയേറ്റേഴ്സ് ഫ്രം പാനൽ. ദെൻ 77 വരുന്നത് ഡ്യൂട്ടി ഓഫ് മീഡിയേറ്റർ ടു ഡിസ്ക്ലോസ് സർട്ടൻ ഫാക്ട്സ്. ദെൻ 78 വരുന്നത് റീപ്ലേസ്മെന്റ് ഓഫ് മീഡിയേറ്റർ ഇൻ സർട്ടൻ കേസസ്. ദെൻ 79 വരുന്നത് പ്രൊസീജിയർ ഫോർ മീഡിയേഷൻ. 80 വരുന്നത് സെറ്റിൽമെന്റ് ത്രൂ മീഡിയേഷൻ. 81 വരുന്നത് റെക്കോർഡിംഗ് സെറ്റിൽമെന്റ് ആൻഡ് പാസിംഗ് ഓഫ് ഓർഡർ. ഓക്കെ, അപ്പോ മീഡിയേഷൻ സെല്ലിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മീഡിയേറ്റേഴ്സിന്റെ പ്രാധാന്യം, നോമിനേഷൻ എങ്ങനെയാണ് ചെയ്യുക, മീഡിയേറ്ററുടെ ഡ്യൂട്ടി എന്താണ്, ദെൻ അതിന്റെ മീഡിയേഷന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പരിഹരിക്കാൻ ഒരാളുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു മീഡിയേഷൻ, ആ ഒരു മധ്യസ്ഥതയുടെ സെല്ല് എങ്ങനെയൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ദെൻ അതിന്റെ മീഡിയേറ്റർ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരാൾ മീഡിയേറ്റർ ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്, ദെൻ ആ മീഡിയേറ്റർ ഡ്യൂട്ടി എന്തായിരിക്കും, ദെൻ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അയാളെ റീപ്ലേസ് ചെയ്യേണ്ടി വരില്ലേ. അപ്പൊ അത് ഏതൊക്കെ കേസുകളാണ്, ദെൻ എങ്ങനെയാണ് മീഡിയേഷൻ നടത്തുന്നത്, ദെൻ എങ്ങനെയാണ് മീഡിയേഷൻ സെറ്റിൽ ചെയ്യുന്നത്, ദെൻ എങ്ങനെയാണ് ആ പറയുന്ന ഇനിയിപ്പോ സെറ്റിൽ നമ്മളൊരു ഓർഡർ ഇട്ടു, ആ ഓർഡർ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് സെക്ഷൻ 74 മുതൽ 81 വരെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് 2020 ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് CCPA ഡീൽസ് ഇൻ. അപ്പൊ CCPA എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ CCPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലിലെ CCPA എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ചാപ്റ്റർ 1, ഓപ്ഷൻ ബി ചാപ്റ്റർ 2, ഓപ്ഷൻ സി ചാപ്റ്റർ 3, ഓപ്ഷൻ ഡി ചാപ്റ്റർ 4. ഇവിടെ ആൻസർ വരുന്നത് ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 സെക്ഷൻ 10 മുതൽ 27 വരെയാണ് നമ്മുടെ CCPA എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിട്രസൽ കമ്മീഷൻ. ഓക്കെ, സെലക്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിട്രസൽ കമ്മീഷൻ. നമ്മുടെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിട്രസൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിട്രസൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട. ഒന്നാമത് 4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. മൂന്നാമത് മോർ ദാൻ 1 ക്യാൻ എസ്റ്റാബ്ലിഷ് ഇൻ എ ഡിസ്ട്രിക്ട്. മോർ ദാൻ 1 ക്യാൻ എസ്റ്റാബ്ലിഷ് ഇൻ എ ഡിസ്ട്രിക്ട്. ഒരു ഡിസ്ട്രിക്റ്റില് എന്ത് ചെയ്യാം, ഒന്നോ അതിലധികമോ എന്ത് ചെയ്യാം, നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ 3 1 and 3, ഓപ്ഷൻ ഡി 3 ഓൺലി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 ഉം 3 ഉം. ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൽ എന്താണ്, ഒന്നോ അതിലധികമോ നമുക്ക് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിട്രസൽ കമ്മീഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. മെമ്പേഴ്സ് 4 2 മെമ്പേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിട്രസൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ,
ചെയർമാൻ ഉണ്ടായിരിക്കും. ഒരു ഡിസ്ട്രിക്റ്റിൽ ഒന്നോ അതിലധികമോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. Then below 50 lakh consumer problem deal 50 ലക്ഷത്തിൽ താഴെയുള്ള, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് നമ്മുടെ സെൻട്രൽ കൺസ്യൂമർ റിഡ്രസൽ, സ്റ്റേറ്റ് കൺസ്യൂമർ റിഡ്രസൽ, ഇതിനൊക്കെ ഒരു കണക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ കണക്കാണ് ചോദിക്കുന്നത്. ബിലോ 50 ലാക്ക് 50 ലക്ഷത്തിന് താഴെയുള്ള കൺസ്യൂമർ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നത് ഏത് കമ്മീഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ, ഓപ്ഷൻ സി നാഷണൽ കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ, ഓപ്ഷൻ ഡി പഞ്ചായത്ത് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഓപ്ഷൻസ് വരുന്നത്. അതിൽ ആൻസർ എ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ ആണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ കമ്മീഷൻ ആണ് ബിലോ 50 ലാക്ക് കൺസ്യൂമർ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് കമ്മീഷൻ ആണെങ്കിൽ, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആണെങ്കിൽ വിൽ നൗ ഹാവ് ജുഡിക്ഷൻ ഫോർ മോർ ദാൻ 50 ലാക്ക് ആൻഡ് അപ് ടു RS2 crore. 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കൺസ്യൂമർ പ്രോബ്ലംസ് നമ്മുടെ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ എന്നാണെന്നാണ് ചോദിക്കുന്നത്. മാർച്ച് 5, മാർച്ച് 15, മാർച്ച് 25, മാർച്ച് 1. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. മാർച്ച് 5 ആണോ, മാർച്ച് 15 ആണോ, മാർച്ച് 25 ആണ്, മാർച്ച് 1 ആണോ? ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, മാർച്ച് 15 ആണ് വരുന്നത്. ഓക്കെ, മാർച്ച് 15 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ആചരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് എഡ്യൂക്കേറ്റ് കൺസ്യൂമർ എബൌട്ട് ദെയർ റൈറ്റ് അല്ലെ. കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം, അവരുടെ റൈറ്റുമായി ബന്ധപ്പെട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ഇൻക്ലൂഡിങ് സേഫ്റ്റി ഇൻഫർമേഷൻ, ചോയ്സ്, റിഡ്രസൽ ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. അവരുടെ സേഫ്റ്റി എന്താണ്, അവരുടെ സുരക്ഷിതത്വം, ആ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അവർക്ക് വേണ്ട ഇൻഫോർമേഷൻ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അത് അവരുടെ റൈറ്റ് ആണ്. ദെൻ ചോയ്സ്, ഏത് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. ദെൻ റിഡ്രസൽ, ദെൻ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഇതിന്റെ ഉദ്ദേശം. Then Ralph Nader, a leading American political activist and author, is known as the father of the consumer movement. കൺസ്യൂമർ മൂവ്മെന്റ് ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് അമേരിക്കൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള റാൽഫ് നാഡർ. ഓക്കെ, കൺസ്യൂമർ മൂവ്മെന്റ് ഫാദർ ആയിട്ട് അറിയുന്നത് അമേരിക്കൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റാൽഫ് നാഡറിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദെൻ ഈ കൺസ്യൂമർ ഡേയുടെ, നമ്മുടെ കൺസ്യൂമർ റൈറ്റ് ഡേയുടെ മാർച്ച് 15 നമ്മൾ ആഘോഷിക്കുന്ന കൺസ്യൂമർ റൈറ്റ് ഡേയുടെ 2024 തീം എന്ന് പറഞ്ഞാൽ 23 ഇവിടെ ഇല്ല, കാരണം മാർച്ച് 15 കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ 2024 തീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2024 തീം എന്ന് പറഞ്ഞത് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എയർ ഫോർ കൺസ്യൂമേഴ്സ്. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എയർ ഫോർ കൺസ്യൂമേഴ്സ് ആണ് 2024 നമ്മുടെ കൺസ്യൂമർ റൈറ്റ് തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റാൽഫ് നാഡറിനെയും കുറിച്ച് നോക്കുക, 2024 തീം. ദെൻ അതിന്റെ മാർച്ച് 15 ഡേറ്റ് കൂടി ആലോചിച്ച് വെക്കാം. ദെൻ മാർച്ച് 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ റിലേറ്റഡ് വിത്ത് അല്ലെ. നമ്മുടെ കൺസ്യൂമർ റൈറ്റ് ഡേ മാർച്ച് 15 ആണെന്ന് പറഞ്ഞു. ഈ മാർച്ച് 15 വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്? ഓക്കെ, എന്തുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ജോൺ എഫ് കെന്നഡി, ഓപ്ഷൻ ബി ഒബാമ, ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൺ, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. ഓക്കെ, ഓപ്ഷൻ എ ജോൺ എഫ് കെന്നഡി, ഓപ്ഷൻ ബി ഒബാമ, ഓപ്ഷൻ സി എബ്രഹാം ലിങ്കൺ, ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധി. ആൻസർ വരുന്നത് എ ആണ്, ജോൺ എഫ് കെന്നഡി ആണ് നമ്മുടെ വേൾഡ് കൺസ്യൂമർ ഡേയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് വേൾഡ് ലീഡർ ടു ഫോർമലി റെക്കഗ്നൈസ്ഡ് കൺസ്യൂമർ റൈറ്റ്. നമ്മുടെ ഈ കൺസ്യൂമർ റൈറ്റ് ആദ്യമായിട്ട് ഫോർമലി റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ ലീഡർ ആയിരുന്നു ആര്? നമ്മുടെ ജോൺ എഫ് കെന്നഡി എന്ന് പറഞ്ഞത്. കൺസ്യൂമർ റൈറ്റ് ആദ്യമായിട്ട് ഫോർമലി ഔപചാരികപരമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത വേൾഡ് ലീഡർ ആയിരുന്നു, ഫസ്റ്റ് വേൾഡ് ലീഡർ ആയിരുന്നു ആര്? നമ്മുടെ ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്നത്. അടുത്താണ് കോപ്ര, COPRA. കോപ്ര റിലേറ്റഡ്. കോപ്ര എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്?
അല്ലെ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ റൈറ്റ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫീമെയിൽ റൈറ്റ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ടാണ് എന്ത് ചെയ്തത് കോപ്ര റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. നമുക്ക് നോക്കാം കോപ്ര എന്താണെന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് കോപ്ര എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കോപ്ര എന്ന് പറയുന്നത്. ദിസ് വാസ് ദ ആക്ട് ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ enacted in 1986 to protect the interest of consumers in India. ഈ ഒരു ആക്ട് എന്താണ്? ദിസ് വാസ് ദ ആക്ട് ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ enacted in 1986. 1986ലാണ് ഈ കോപ്പറേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തത് പാർലമെന്റ് പാസ്സാക്കുന്നത്. ഇന്ത്യയിലുള്ള കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യത്തിലാണ് എന്ത് ചെയ്തത് നമ്മുടെ ഈ പറയുന്ന കോപ്ര എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ആക്ടില് പ്രധാനമായിട്ടും 6 കൺസ്യൂമർ റൈറ്റുകളായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത് അവര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 കൺസ്യൂമർ റൈറ്റുകളായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അല്ലെ? റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. നമുക്കൊരു നമ്മളെ എന്ത് ചെയ്യാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, നമുക്ക് ഇപ്പൊ എന്തെങ്കിലും തരത്തിലൊരു സാധനം നമുക്ക് ഉപയോഗിച്ചിട്ട് അതില് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അതിലെന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിൽ ടോൾ ഫ്രീ നമ്പർ ഉണ്ടായിരിക്കും. അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ജീവന് ഹാനികരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അവിടെ ഇറക്കാൻ സമ്മതിക്കില്ല അല്ലെ? അപ്പൊ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ്. ദെൻ റൈറ്റ് ടു ബി ഇൻഫോംഡ് അല്ലെ? നമ്മളെ അറിയിക്കാനുള്ള ഒരു അവകാശം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചില്ല എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന അത് വാങ്ങിക്കുന്ന ബയേഴ്സിനുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിരിക്കും അതില് ഒരു കോളം ഉണ്ടായിരിക്കും അല്ലെ? ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചു, എത്ര കണ്ടന്റ്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം ഒക്കെ എന്തുണ്ടായിരിക്കും ഈ ഒരു ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. ദെൻ അടുത്താണ് റൈറ്റ് ടു ചൂസ് അല്ലെ? ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഏതാണോ ഇഷ്ടമായത് അത് ചൂസ് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് റൈറ്റ് ടു ഹിയർഡ് സീക്ക് റിഡ്രസൽ അല്ലെ? റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പോ റൈറ്റ് ടു ബി ഹിയേർഡ് ടു സീക്ക് റിഡ്രസൽ. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഹിയേർഡ് ചെയ്യാണ് അല്ലെ? കൺസ്യൂമർ വിൽ ഗെറ്റ് ഡ്യൂ ടു അറ്റൻഷൻ ടു എക്സ്പ്രസ് ദെയർ ഗ്രീവിയൻസ് അറ്റ് എ സ്യൂട്ടബിൾ ഫോറം അല്ലെ? അവർക്ക് ഗ്രീവിയൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഒരു അവകാശം. ദെൻ അഞ്ചാമത്തെ ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ അല്ലെ? കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കുക. ദെൻ ആറാമത്തെ ഇറ്റ് ഹാസ് ഓൾസോ എസ്റ്റാബ്ലിഷ് എ റിഡ്രസൽ സിസ്റ്റം യൂണിക് ഇൻ ദ വേൾഡ് അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പറയുന്ന പോലെ ടോൾ ഫ്രീ നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ചെയ്യാൻ പറ്റും. സോ these are the 6 consumer rights: right to be protected, to be informed, right to choose, to be heard, to seek redressal, to consumer education. It has also established a redressal system unique in the world. ദെൻ നമ്മുടെ ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 1986 ഇൻ ചാപ്റ്റർ 2 സെക്ഷൻ 3 ഡീൽസ് അല്ലെ? 1986 ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ലില് ചാപ്റ്റർ 2 സെക്ഷൻ 3 എന്നാണ് ഡീൽ ചെയ്തത്. ഓപ്ഷൻ എ NDRC, ഓപ്ഷൻ ബി STRC, ഓപ്ഷൻ സി DDRC, ഓപ്ഷൻ ഡി PDRC. ആൻസർ എ ആണ് വരുന്നത് NDRC. എന്താണ് NDRC? നമുക്ക് നോക്കാം. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആണ് NCDRC വരുന്നത്. ഓക്കെ, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് NCDRC, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ഇതൊരു കോസി ജുഡീഷ്യൽ കമ്മീഷൻ ആണ്. ഓക്കെ, ഇതൊരു കോസി ജുഡീഷ്യൽ കമ്മീഷൻ ആണ്. സെറ്റപ്പ് ഇൻ 1980ലാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. 1986 കീഴിലായിരുന്നു ഈ 1988 ഈ NCDRC സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് NDRC എന്ന് പറയാം കേട്ടോ. ഇറ്റ് ഈസ് ഹെഡ് ഓഫീസ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് കിടക്കുന്നത്. അപ്പൊ ഇതൊരു കോസി ജുഡീഷ്യൽ കമ്മീഷൻ ആണ്. 1988ലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986ന്റെ കീഴിലാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്.
Okay. Then who coined the concept mechanical solidarity and organic solidarity? ഓക്കെ, മെക്കാനിക്കൽ സോളിഡാരിറ്റി അതേപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്? ഓക്കെ, മെക്കാനിക്കൽ സോളിഡാരിറ്റി അതേപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് കോയിൻ ചെയ്തത്? ഓപ്ഷൻ എ എമിൽ ഡർക്കിൻ, ഓപ്ഷൻ ബി ഫെർഡിനൻഡ് ടോണീസ്, ഓപ്ഷൻ സി അഗസ്റ്റിയ കോംറ്റെ, ഓപ്ഷൻ ഡി റോബർട്ട് റെഡ്ഫീൽഡ്. ഇവിടെ ഈ കൺസെപ്റ്റ് മെക്കാനിക്കൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കോയിൻ ചെയ്ത വ്യക്തി ആൻസർ എ ആണ്, എമിൽ ഡർക്കിമാണ്. നമുക്ക് എന്താണ് ഈ പറയുന്ന മെക്കാനിക്കൽ സോളിഡാരിറ്റി ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് നോക്കാം. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് അതിന് എന്ത് പറയാൻ പറ്റും? റൂറൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ ഈസി ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, റൂറൽ. ഓക്കെ, നിങ്ങളുടെ മെമ്മറിയിൽ റൂറൽ എന്ന് കിടന്നോട്ടെ, മെക്കാനിക്കൽ റിലേറ്റഡ് ടു റൂറൽ. കാരണം എന്താണ്? സോഷ്യൽ കോഹസീവ്നെസ് ഓഫ് സ്മോൾ അൺഡിഫറൻഷിയേറ്റഡ് സൊസൈറ്റീസ് അല്ലെ. എന്തായിരിക്കും ഇപ്പൊ റൂറൽ ഏരിയാസ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും, അവിടെ നല്ലൊരു കോഹസീവ്നെസ് ഉണ്ടായിരിക്കും. ദെൻ പിന്നെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല അല്ലെ. എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന ഒരു റൂറൽ സൊസൈറ്റിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെക്കാനിക്കൽ സോളിഡാരിറ്റി. സോളിഡാരിറ്റി മീൻസ് ഐക്യദാർഢ്യം അല്ലെ. മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതിന് അടുത്തതാണ് ഓർഗാനിക് സോളിഡാരിറ്റി അല്ലെ. സൊസൈറ്റീസ് ഡിഫറൻഷിയേറ്റഡ് ബൈ എ റിലേറ്റീവ്ലി കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ അല്ലെ. എന്താ പറയുന്നത്? ഒരു റിലേറ്റീവ്ലി നമുക്ക് എന്താണ് ഭയങ്കര കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് അല്ലെ. കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ സംഭവിക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓർക്കാൻ ഈസി ആയിട്ട് നിങ്ങൾ അർബൺ എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, അർബൺ എന്ന് ആലോചിച്ചോളൂ. ഈ അർബണിൽ എന്താ ഉണ്ടായിരിക്കുക? ഭയങ്കര കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ എന്തായിരിക്കും? ഭയങ്കര ഡിഫറൻസുകൾ ഉണ്ടായിരിക്കില്ല, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അവിടുത്തെ ആളുകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ റൂറൽ എന്നും അർബൺ എന്നും ഓർത്ത് വെച്ചാൽ മതി. അപ്പോ ഒന്നും കൂടി രീതിയിൽ പറയാൻ നിങ്ങൾക്ക് മെക്കാനിക്കൽ എന്ത് ചെയ്യാം? റൂറലുമായിട്ട് വെക്കുക. ദെൻ നമ്മുടെ ഓർഗാനിക് അർബണുമായിട്ട് വെക്കുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ റൂറലുമായിട്ട് ആലോചിച്ച് വെക്കുക, ഓർഗാനിക് അർബണുമായിട്ടും ആലോചിച്ച് വെക്കുക. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് എമിൽ ഡർക്കിമാട്ടോ, അത് മറന്നു പോകരുത്. ദെൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഈസ്, ഇവിടെ നമ്മളോട് പറഞ്ഞു, നമുക്ക് അറിയാം അല്ലെ. Okay, mechanical solidarity, option A capital society, option B traditional society, option C urban society, option D tribal society. Answer വരുന്നത് traditional society ആണ്. Rural society എന്നോ, അപ്പൊ rural society നമുക്ക് traditional society എന്ന് പറയാം അല്ലെ. റൂറൽ സൊസൈറ്റിയെ നമുക്ക് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയാം. അപ്പോ നമ്മുടെ മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്താണ്? ഒരു റൂറൽ സൊസൈറ്റി ആണെന്ന് പറയാം. പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അതിനുള്ളതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പോൾ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഈസ് ദ സോഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഹു ഹാവ് കോമൺ വാല്യൂസ് ആൻഡ് ബിലീവ്സ് അല്ലെ. അവർക്ക് എന്താണ്? കോമൺ വാല്യൂസ് ഉണ്ടായിരിക്കും, ബിലീവ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ റൂറൽ സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കും? അവർക്കൊരു കോമൺ വാല്യൂസ് ഉണ്ടായിരിക്കും, കോമൺ ബിലീവ്സുകൾ ഉണ്ടായിരിക്കും. അവിടുത്തെ ആളുകൾ മെമ്പേഴ്സ് എന്തായിരിക്കും? സോഷ്യൽ ഇന്റഗ്രേഷൻ ആയിരിക്കും അല്ലെ. ആളുകൾ തമ്മിൽ നല്ലൊരു സാമൂഹിക സംയോജനം അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ വരുന്നത്. Then these common values and beliefs constitute collective consensus അല്ലെ. അവിടെ എന്തായിരിക്കും? ഒരു ഒത്തൊരുമ അവിടെ ഉണ്ടായിരിക്കും. ഈ കോമൺ വാല്യൂസും അതേപോലെ തന്നെ ബിലീവ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താ ഉണ്ടായിരിക്കുക? ഒരു കളക്റ്റീവ് കോൺസെൻസസ് ഉണ്ടായിരിക്കും. ദ വർക്ക്സ് ഇന്റേണലി ഇൻ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ടു കോസ് ദം ടു കോപ്പറേറ്റ് അല്ലെ. അവർക്ക് എന്താണ്? ഇന്റേണലി അവർ എന്ത് ചെയ്യും? കോപ്പറേറ്റ് ചെയ്ത് കിടക്കും അല്ലെ. ഇന്റേണലി ദേ ആർ വെരി കോപ്പറേറ്റ് എമംഗ് ദം അല്ലെ. അവർ തമ്മിൽ വളരെ ഒരു ഇന്റേണൽ കോപ്പറേഷൻ അവർ തമ്മിൽ ഉണ്ടായിരിക്കും. അപ്പൊ റൂറൽ ഏരിയാസിന്റെ ഒരു പ്രത്യേകതകൾ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഈസിലി മെക്കാനിക്കൽ സോളിഡാരിറ്റിയുടെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ സിറ്റി ഈസ് റിട്ടൺ ബൈ. ദ സിറ്റി എന്ന് പറയുന്ന ആ ഒരു ആരാണ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ എമിൽ ഡർക്കെ, ഓപ്ഷൻ ബി ഫെർഡിനൻഡ് ടോണീസ്, ഓപ്ഷൻ സി അഗസ്റ്റിയ കോംറ്റെ, ഓപ്ഷൻ ഡി മാക്സ് വെബർ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. മാക്സ് വെബർ ആണ് സിറ്റി റിട്ടേൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡിയൽ ടൈപ്പ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഐഡിയൽ ടൈപ്പ് ഇൻട്രൊഡ്യൂസ്. ഇതൊക്കെ നമ്മുടെ സോഷ്യോളജിയിലെ തിയറി മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് തിയറി ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ നമ്മുടെ
നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഐഡിയൽ ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചത്. ആൻസർ ഡി ആണ് വരുന്നത്. മാക്സ് വെബർ ആണ് ഐഡിയൽ ടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഐഡിയൽ ടൈപ്പ് എന്താണെന്ന് നോക്കാം. An ideal type is a systematic construct that serves as a measuring rod for researchers to learn similarities as well as difference in actual cases. നമുക്കൊരു ഐഡിയൽ ഉണ്ടായിരിക്കും അല്ലെ, ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നുണ്ടായിരിക്കും. അപ്പൊ ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് കൺസ്ട്രക്ട് ദാറ്റ് സെർവ് ആസ് എ മെഷറിംഗ് റോഡ് ഫോർ റിസർച്ചേഴ്സ് ടു ലേൺ സിമിലാരിറ്റീസ് ആസ് വെൽ ആസ് ഡിഫറൻസ് ഇൻ ആക്ച്വൽ കേസസ്. ഒരു യഥാർത്ഥ ആക്ച്വൽ കേസസിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും മനസ്സിലാക്കാൻ റിസർച്ചേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിനാണ് ഐഡിയൽ ടൈപ്പ്. അതുപോലെ ആയിട്ടുണ്ടോ ഇത് അല്ലെ? നമുക്കൊരു ഐഡിയൽ ടൈപ്പ് ഉണ്ടായിരിക്കും, നമ്മൾ ചെയ്തതിന് ഐഡിയൽ ടൈപ്പുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തിട്ട് അതിന്റെ സിമിലാരിറ്റീസും ഡിഫറൻസും നോക്കും. ഒരു ഐഡിയൽ ടൈപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് ആര് പറയുന്നത്, മാക്സ് വെബർ പറയുന്നത്. ഇതിനടുത്താണ് മാക്രോ സോഷ്യോളജിക്കൽ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, മാക്രോ സോഷ്യോളജിക്കൽ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഗുർവിച്ച്, ഓപ്ഷൻ ബി ഫെർഡിനൻഡ് ടോമീസ്, ഓപ്ഷൻ സി അഗസ്റ്റിയ കോംറ്റെ, ഓപ്ഷൻ ഡി മാക്സ് വെബർ. അപ്പോൾ മാക്രോ സോഷ്യോളജിക്കൽ അപ്രോച്ച് കണക്ട് ചെയ്ത് കിടക്കുന്നത് മാക്സ് വെബറുമായിട്ടാണ്. ആൻസർ ഡി ആണ്, മാക്സ് വെബർ ആണ്. ഇനി എന്താണ് മാക്രോ സോഷ്യോളജി എന്ന് നോക്കാം. മാക്രോ സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദി ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ് ഓൺ ഹ്യൂമൻ സൊസൈറ്റീസ് ഓൺ എ വൈഡ് സ്കെയിലിംഗ്. ഓക്കെ, മാക്രോ സോഷ്യോളജി, നമ്മൾ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. മാക്രോ ഒരു നേട്ടം ഉണ്ട് അല്ലെ. അപ്പൊ മാക്രോ സോഷ്യോളജി എന്താണ്? ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്, നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഔട്ട്സൈഡ് പുറത്തുള്ള സ്വാധീനം അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ കാര്യങ്ങളാണ് മാക്രോ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഔട്ട്സൈഡ് ആണല്ലേ, ഒരു വൈഡ് സ്കെയിലിലെ ഭയങ്കര വൈഡ് ആയിട്ടാണ് അത് പഠിക്കുന്നത്. ദെൻ അടുത്ത മൈക്രോ ലെവലിൽ എന്താ പഠിക്കുന്നത്? സോഷ്യോളജിസ്റ്റ് എക്സാമിൻ ദ സ്മോളസ്റ്റ് ലെവൽ ഓഫ് ഇന്ററാക്ഷൻ. സോഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, സ്മോളസ്റ്റ് ലെവൽ ഓഫ് ഇന്ററാക്ഷനില് നമ്മുടെ ചെറിയ ലെവൽ ഓഫ് ഇന്ററാക്ഷനെ കുറിച്ചിട്ടാണ് മൈക്രോ ലെവലിൽ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ദെൻ വെബർ വ്യൂഡ് സൊസൈറ്റി ആസ് റാപ്പിഡ്ലി മോഡേണൈസിംഗ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഇഫക്ട് ഓഫ് this process such as bureaucratization അല്ലെ. നമ്മുടെ വെബർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റി അദ്ദേഹം പറഞ്ഞത് മോഡേണൈസിങ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സൊസൈറ്റി മോഡേണൈസ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇഫക്ട് ഓഫ് ദിസ് പ്രോസസ്, അത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ കാണുന്ന ഇഫക്റ്റുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബ്യൂറോക്രസിക്ക് അദ്ദേഹത്തിന്റെ ഒരു തിയറി ആണെന്ന് ആലോചിച്ചിട്ട് വെക്കുക. അപ്പൊ മാക്രോ സോഷ്യോളജി വൈഡ് ആയിട്ട് നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയുടെ ഇന്ററാക്ഷൻ, പുറത്തു പോകുന്ന ഔട്ട്സൈഡിനെ കുറിച്ച് പഠിക്കുന്നു. മൈക്രോ സോഷ്യോളജി നമ്മുടെ സ്മോളസ്റ്റ് ലെവൽ ഓഫ് ഇന്ററാക്ഷൻ ആണ് പഠിക്കുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്? നമ്മുടെ മാക്സ് വെബർ ആണ് ഈ പറയുന്ന മാക്രോ സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്താണ് ജെമൻ സ്കാഫ്റ്റ് ആൻഡ് ജെസൽ സ്കാഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ് ജെമൻ സ്കാഫ്റ്റും ജെസൽ സ്കാഫ്റ്റും. ഓപ്ഷൻ എ എമിൽ ദർക്കിം, ഓപ്ഷൻ ബി ഫെർഡിനൻഡ് ടോമീസ്, ഓപ്ഷൻ സി അഗസ്റ്റിയ കോംറ്റെ, ഓപ്ഷൻ ഡി മാക്സ് വെബർ. ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, ഫെർഡിനൻഡ് ടോമീസ് ആണ് ജെമൻ സ്കാഫ്റ്റും ജെസൽ സ്കാഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ജെമൻ സ്കാഫ്റ്റും ജെസൽ സ്കാഫ്റ്റും ആണ് എന്ത് ചെയ്തത്, നമ്മുടെ ഫെർഡിനൻഡ് ടോമീസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്തുണ്ട്, ഈ ജെമൻ സ്കാഫ്റ്റും ജെസൽ സ്കാഫ്റ്റും എന്താന്ന് ഞാൻ പറഞ്ഞ വഴിയെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജെമൻ സ്കാഫ്റ്റ് ഡിനോട്ട്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജെമൻ സ്കാഫ്റ്റ് ഡിനോട്ട്. ഓപ്ഷൻ എ റൂറൽ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി അർബൻ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ട്രൈബൽ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി ഫ്യൂഡലിസം കമ്മ്യൂണിറ്റി. ആൻസർ വരുന്നത് റൂറൽ കമ്മ്യൂണിറ്റി ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഇതിൽ ഒന്ന് മാത്രം പഠിച്ചിട്ട് വെക്കാം. ഒന്നില്ലെങ്കിൽ ജെമൻ സ്കാഫ്റ്റ് പഠിക്കുക, അല്ലെങ്കിൽ ജെസൽ സ്കാഫ്റ്റ് പഠിക്കുക. ഇപ്പൊ ജെമൻ സ്കാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണല്ലേ ഉത്തരം, അതായത് നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ജെമൻ സ്കാഫ്റ്റിൽ എന്താ ഉണ്ടായിരിക്കുക? റൂറൽ കമ്മ്യൂണിറ്റിയുമായിട്ടായിരിക്കും അതിന് ബന്ധം ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക, ജെസൽ സ്കാഫ്റ്റ് ഡിനോട്ട് അല്ലെ. ഓപ്ഷൻ എ റൂറൽ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി അർബൻ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ട്രൈബൽ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി ഫ്യൂഡലിസം കമ്മ്യൂണിറ്റി. ഇവിടെ എന്താ ആൻസർ വരുന്നത്? അർബൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ജെസൽ സ്കാഫ്റ്റ് എന്താ പറയുന്നത്? അർബൻ കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മൊത്തത്തിൽ നോക്കാം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ജെമൻ സ്കാഫ്റ്റ് അല്ലെ. ജെമൻ സ്കാഫ്റ്റ് റൂറൽ ആണ് അല്ലെ. അവിടെ എന്തായിരിക്കും, ആളുകൾ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരിക്കും, നല്ല ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും,
ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ കഴിയില്ല, ഒരേപോലത്തെ ജോലി ചെയ്യുന്നവരായിരിക്കും. അതാണ് ജർമ്മൻ സ്കാഫ്റ്റ് എന്ന് പറയുന്നത്. റൂറൽ കമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് ആലോചിക്കുക, അതന്നെയാണ് ജർമ്മൻ സ്കാഫ്റ്റിന്റെ ഫീച്ചേഴ്സ്. ദെൻ ജസൽ സ്കാഫ്റ്റ് അല്ലെ, ജസൽ സ്കാഫ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, അർബൻ കമ്മ്യൂണിറ്റി ആണല്ലേ. അർബൻ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയായിരിക്കും, ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും, കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും, ആളുകൾ തമ്മിൽ സ്മോളസ്റ്റ് ലെവൽ ഓഫ് ഇന്ററാക്ഷൻ ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് ജസൽ സ്കാഫ്റ്റിന്റെ ഫീച്ചേഴ്സും എന്ന് പറയുന്നത്. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ആരാണ്, ഫെർഡിനൻഡ് ടോണീസ്. ഫെർഡിനൻഡ് ടോണീസ്. ദെൻ അടുത്തൊരു തിയറിയാണ് ട്രൈബൽ അർബൻ കണ്ടിന്യൂം റിലേറ്റഡ് വിത്ത്. ഓക്കെ, ട്രൈബൽ അർബൻ കണ്ടിന്യൂം റിലേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ എമിൽ ദർക്കിം, ഓപ്ഷൻ ബി ഫെർഡിനൻഡ് ടോണീസ്, ഓപ്ഷൻ സി റോബർട്ട് റെഡ്ഫീൽഡ്, ഓപ്ഷൻ ഡി മാക്സ് വെബർ. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. ഇത് ചോദിച്ചു കാണാറുണ്ട്, സെറ്റ് നെറ്റ് പോലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കാണാറുണ്ട്. ട്രൈബൽ അർബൻ കണ്ടിന്യൂം റിലേറ്റഡ് വിത്ത് എന്താണ്, ആൻസർ സി റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. ഓക്കെ, നമ്മൾ ജർമ്മൻ സ്കാഫ്റ്റ്, ജർമ്മൻ സ്കാഫ്റ്റ് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ജർമ്മൻ സ്കാഫ്റ്റ് റൂറൽ പെസന്റ് സൊസൈറ്റീസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, ആർ ഡിഫൈൻഡ് ആൻഡ് റെഗുലേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി റൂൾസ്. ജർമ്മൻ സ്കാഫ്റ്റ് എന്താണ്, മോഡേൺ സൊസൈറ്റീസ് ആയിരിക്കും, ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഈ നമ്മളിവിടെ പറഞ്ഞ ട്രൈബൽ അർബൻ എന്ന് പറഞ്ഞത് നമ്മൾ എന്തായിരിക്കും, ഈ ട്രൈബൽ സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് അർബൻ ഏരിയാസിലോട്ട് എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. ട്രൈബൽ സൊസൈറ്റീസ് അർബൻ സൊസൈറ്റിയിലോട്ട് മൈഗ്രേഷൻ ആണ് ട്രൈബൽ അർബൻ കണ്ടിന്യൂൻ എന്ന് പറയുന്നത്. കാരണം അവിടെ ജോലി സാധ്യത കണ്ടോ പേജ് നോക്കിയിട്ടോ എന്ത് ചെയ്യുന്നു, ട്രൈബൽ സൊസൈറ്റിയിൽ നിന്ന് അർബനിലോട്ടുള്ള ഒരു മൈഗ്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ചിങ് ഓർഡർ ആണ് അല്ലെ. നമുക്ക് ഒരുപാട് സിറ്റീസ് തന്നിട്ടുണ്ട്, ഇതിന് എന്താണ് നമ്മുടെ പോപ്പുലേഷൻ വെച്ച് ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലോട്ട് എന്ത് ചെയ്യാണ്, ഓർഡർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നാമത്തത് മുംബൈ, രണ്ടാമത് ചെന്നൈ, മൂന്നാമത് കൊൽക്കത്ത, നാലാമത് ഡൽഹിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ്, 1, 4, 3, 2. ഒന്ന് ഏതാ വരുന്നത്, മുംബൈ. പിന്നെ നാലാമത്തെ ഏതാ വരുന്നത്, ഡൽഹി. പിന്നെ രണ്ടാമത്തെ ഏതാ വരുന്നത്, ചെന്നൈ. ദെൻ സോറി ഇവിടെ നമുക്ക് തെറ്റിയിട്ടുണ്ട്. 1, 4, 3, 2 ആണ് നമുക്ക് ആൻസർ. മൂന്നാമത്തെ ഏതാ വരുന്നത്, കൊൽക്കത്ത അല്ലെ. കൊൽക്കത്ത. നാലാമത്തത് ഏതാ വരുന്നത്, ചെന്നൈ. ഇതാണ് അതിന്റെ ഒരു ഓർഡർ കിടക്കുന്നത്. ഇത് മാറാട്ടോ, സെൻസസ് പ്രകാരം ഇതൊക്കെ മാറാം. ഇപ്പൊ നിലവിലുള്ള ഓർഡർ മുംബൈ ഭയങ്കര എന്താണ് സിറ്റിയാണ്, രണ്ടാമത്തെ സ്ഥാനം ഡൽഹിക്ക്, മൂന്നാമത്തെ സ്ഥാനം കൊൽക്കത്ത, ദെൻ ചെന്നൈ. ഇത് സെറ്റ് പോലുള്ള എക്സാമുകളിൽ ഇത് ചോദിച്ചു കാണാറുണ്ട്, നെറ്റ് പോലുള്ള എക്സാമുകളിലൊക്കെ എന്ത് ഇത് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ. ഓക്കെ, ബാംഗ്ലൂർ അങ്ങോട്ട്, പിന്നെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ മേജർ ആയിട്ട് 4 ഓപ്ഷൻസ് വന്നിട്ടാണ് ചോദിച്ചു കാണാറ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, POET, പോയിന്റ് മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഓപ്ഷൻ എ കോൾമാക്സ്, ഓപ്ഷൻ ബി റോബർട്ട് റെഡ്ഫീൽഡ്, ഓപ്ഷൻ സി ലുഡേ ഡെങ്കൻ, ഓപ്ഷൻ ഡി മാക്സ് വെബർ. ഇവിടെ ആൻസർ വരുന്നത് ലുഡേ ഡെങ്കൻ ആണ് പോയിന്റ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പോയിന്റ് മോഡൽ എന്ന് പറയുന്നത് ദ പോയിന്റ് മോഡൽ ഈസ് എ തിയറി ഫൗണ്ട് വിത്തിൻ ദ ഹ്യൂമൻ എക്കോളജിക്കൽ അപ്രോച്ച് ഫോർ സ്റ്റഡിയും സോഷ്യൽ ഫിനോമിന. Okay, the point model is a theory found within the human ecological approach for studying social phenomena. Social phenomena study ചെയ്യാനുള്ള ഒരു ഹ്യൂമൻ എക്കോളജിക്കൽ അപ്രോച്ചിനെയാണ് നമ്മൾ പോയിന്റ് മോഡൽ എന്ന് പറയുന്നത്. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൂറൽ സോഷ്യോളജി റിട്ടൺ ബൈ. റൂറൽ സോഷ്യോളജി എന്ന് പറയുന്ന പുസ്തകം റിട്ടേൺ ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ DN മജുംദാർ, ഓപ്ഷൻ ബി NK ബോസ്, ഓപ്ഷൻ സി JN കില്ലറ്റി, ഓപ്ഷൻ ഡി MN ശ്രീനിവാസൻ. DN മജുംദാർ, NK ബോസ്, JN കില്ലറ്റി, ശ്രീനിവാസൻ. JN കില്ലറ്റ് ആണ് റൂറൽ സോഷ്യോളജി എന്ന് പറഞ്ഞ എന്ത് ചെയ്ത് റിട്ടേൺ ചെയ്ത്. മറ്റു പല വ്യക്തികളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും, പക്ഷെ ഒരു ഒതന്റിക് ബുക്ക് ആയിട്ടുള്ള റൂറൽ സോഷ്യോളജി റിട്ടേൺ ചെയ്ത JN കില്ലറ്റ് ആണ്. അദ്ദേഹം ഫാദർ ഓഫ് റൂറൽ സോഷ്യോളജി എന്നും അറിയപ്പെടുന്നുണ്ട്.
ഓക്കെ, ഫാദർ ഓഫ് റൂറൽ സോഷ്യോളജി എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റഡി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് പ്രോസസ് ദാറ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റീസ് ആൻഡ് ജോഗ്രാഫിക്കൽ ഏരിയാസ് വെർ പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ആർ റിലേറ്റീവ്ലി ലോ. അദ്ദേഹം എന്ത് ചെയ്തു, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റീസ്, ജനസാന്ദ്രത റിലേറ്റീവ്ലി ലോ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയാസ് ആയിട്ടുള്ള റൂറൽ സൊസൈറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ, അതിന്റെ സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം എന്തിട്ടുണ്ടായത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാം റൂറൽ സൊസൈറ്റീസിൽ എന്തായിരിക്കും, അതിന്റെ ജോഗ്രഫിക്കൽ ഏരിയാസിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കുറവായിരിക്കില്ല. സിറ്റീസിൽ കാണുന്ന പോലെ തന്നെ ജനസാന്ദ്രത അത്ര കൂടുതലായിരിക്കില്ല, ഇവിടെ കുറവായിരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അവിടെ നടക്കുന്ന സം ടൈപ്പ് ഓഫ് പ്രോസസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്ത വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ജെ.എൻ. ഗില്ലറ്റ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഫാദർ ഓഫ് റൂറൽ സോഷ്യോളജി എന്നും അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ദ ബേസ് ഓഫ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിന്റെ ബേസിലാണ് വന്നത്? ഓപ്ഷൻ എ 73rd, ഓപ്ഷൻ ബി 74th, ഓപ്ഷൻ സി 75th, ഓപ്ഷൻ ഡി 76th. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് എ ആണ്, 73rd ആണ്. പഞ്ചായത്ത് രാജ് 73rd അമെൻഡ്മെന്റ് പ്രകാരമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. The 73rd Amendment Act was passed by the Indian Parliament in 1992. 1992ലാണ് 73rd Amendment Act ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ നോൺ ആസ് പഞ്ചായത്തി രാജ് ആക്ട്. ഇതിനെ നമ്മൾ എന്തുകൂടി വിളിക്കുന്നുണ്ട്, പഞ്ചായത്തി രാജ് ആക്ട് ആയിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് അമെൻമെന്റ് എയിംഡ് ടു ഡീസെൻട്രലൈസ് പവർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫ്രം ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദ ലോക്കൽ പഞ്ചായത്തിലെ. ഈ അമെൻമെന്റ് എന്താണ് എയിം ചെയ്തത്, ടു ഡീസെൻട്രലൈസ് അല്ലെ, വികേന്ദ്രീകരണം അല്ലെ, പവറിന്റെ അധികാരത്തിന്റെ വികേന്ദ്രീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഫ്രം ദ സെൻട്രൽ ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദ ലോക്കൽ പഞ്ചായത്ത്. സെൻട്രൽ എടുക്കുന്ന ഒരു തീരുമാനം സ്റ്റേറ്റിലോട്ട്, പിന്നീട് നമ്മുടെ ലോക്കൽ പഞ്ചായത്തിലോട്ടൊക്കെ എത്തുന്ന ഒന്നാണിത്. ആൻഡ് എംപവർ ദെം ടു അണ്ടർടേക്ക് ഡെവലപ്മെന്റ് വർക്ക് ഇൻ ദ റെസ്പെക്റ്റീവ് ഏരിയാസ്. ഓരോ ഏരിയാസിലും വേണ്ട ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് എന്തിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമുക്കറിയാം ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, പഞ്ചായത്തുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, പഞ്ചായത്ത്. എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പവറിന്റെ ഒരു ഡീസെൻട്രലൈസേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്താൽ എന്താണ്, എല്ലാ ഏരിയാസിലും വേണ്ട ഡെവലപ്മെന്റ് എത്തൂലെ, എല്ലാ ഏരിയാസിലും എന്തൊക്കെ ഡെവലപ്മെന്റ് വേണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ റോഡുകൾ, നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ പണി കഴിക്കുന്നൊക്കെ ഈ പറയുന്ന ഡീസെൻട്രലൈസേഷന്റെ പവർ കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം മേലെ അറിയിക്കുന്നു, പഞ്ചായത്ത് മുഖേന ബ്ലോക്കിൽ അറിയിക്കുന്നു, ഡിസ്ട്രിക്ട് അറിയിക്കുന്നു, ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് അറിയിക്കുന്നു, സ്റ്റേറ്റ് സെൻട്രൽ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫണ്ടൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇത് 1992ലാണ് ഈ 73rd അമെൻമെന്റ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. ഇത് പഞ്ചായത്ത് രാജ് ആക്ടും എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ പവറിനെ ഡീസെൻട്രലൈസ് ചെയ്യാൻ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്താണ്, ഇൻ വിച്ച് ഡേ സെലിബ്രേറ്റഡ് പഞ്ചായത്ത് രാജ് ഡേ. പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ഏതാണ്? ഓപ്ഷൻ എ April 23, ഓപ്ഷൻ ബി April 24, ഓപ്ഷൻ സി April 25, ഓപ്ഷൻ ഡി April 1. ഓക്കെ, ആൻസർ ബി ആണ് വരുന്നത്, April 24. അപ്പോൾ April 23, April 24, April 25, April 1 ഓപ്ഷൻ ബി April 24 ആണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് April 24 ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? The 73rd Amendment Act of 1992 was enacted on this day. അപ്പോ എന്താണ്, April 24, 1992ലാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് എന്ത് ചെയ്ത് came into force. അപ്പൊ ആൻഡ് ഇൻ ദാറ്റ് കോർണർ ദിസ് ഡേ is celebrated every year in India. അപ്പൊ April 24, 1992ലാണ് പഞ്ചായത്ത് രാജ് അമെൻമെന്റ് 73rd അമെൻമെന്റ് 1992 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഓർഡർ ആയിട്ടാണ് ആ ഒരു ഇയർ എന്തായിട്ട് പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജ് അല്ലെ, നമ്മുടെ ഇന്ത്യൻ വില്ലേജിന്റെ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ വില്ലേജ്. ഒന്നാമത്തത് അഗ്രികൾച്ചർ, രണ്ടാമത്തത് ഫെയ്ത്ത് ഇൻ റിലീജിയന്, മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, നാലാമത്തത് സിംപ്ലിസിറ്റി.
ഇത്രയാണ് അഗ്രികൾച്ചറൽ, ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, സിംപ്ലിസിറ്റി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ഇന്ത്യൻ വില്ലേജിന്റെ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് അഗ്രികൾച്ചർ. അപ്പൊ നമുക്ക് നോക്കാം, ആൻസർ സി ആണ് വരുന്നത്. 1, 2, 4. അപ്പൊ അഗ്രികൾച്ചർ ഓഫ്കോഴ്സ് എന്തായിരിക്കും, ഇന്ത്യൻ വില്ലേജിന്റെ ഒരു ഫീച്ചർ ആണ് അല്ലെ. കാരണം അവിടെ ഇന്ത്യൻ വില്ലേജിൽ എന്തായിരിക്കും, കൃഷി ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക അല്ലെ. കൃഷി ആയിരിക്കും അവരുടെ മെയിൻ തൊഴിലായിട്ട് ഉണ്ടായിരിക്കുക. ദെൻ ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ അല്ലെ, അവർക്ക് മതവിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. കോമൺ ബിലീഫ്സുകളും ഒക്കെ അവർക്ക് മതത്തിലൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കും. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അവിടെ ഉണ്ടായിരിക്കുമോ, ഉണ്ടായിരിക്കില്ല അല്ലെ. അത് അർബൺ ഏരിയാസിലാണ് ഉണ്ടായിരിക്കുക. വ്യവസായപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അർബൺ ഏരിയാസിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നാലാമത് തന്നെ സിംപ്ലിസിറ്റി, ഭയങ്കര സിമ്പിൾ ലൈഫ് ആയിരിക്കും ഇന്ത്യൻ വില്ലേജേഴ്സിന് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അഗ്രികൾച്ചർ ഉണ്ടായിരിക്കും, ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ ഉണ്ടായിരിക്കും, വളരെ സിംപ്ലിസിറ്റി ആയിരിക്കും അല്ലെ. സിമ്പിൾ റിലീജിയൻ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക അല്ലെ. എന്താണ്, വളരെ കോമൺ ആയിട്ടുള്ള ലൈഫ്, വളരെ സിമ്പിൾ ലൈഫ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ പറയുന്ന 1, 2, 4 ആണ് ഇന്ത്യൻ വില്ലേജിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, then simplicity. These are the 3 important features of Indian village system. ഓക്കെ, അപ്പൊ നമ്മൾ 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്. എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1988, ആൻഡ് ഓപ്ഷൻ സി 1986, ആൻഡ് ഓപ്ഷൻ ഡി 2002. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ സി ആണ്. ഓപ്ഷൻ 1986 എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുള്ളത്. നമ്മുടെ സെറ്റ് നെറ്റ് പോലുള്ള ക്വസ്റ്റ്യനുകളിലും ജനറൽ PSCകളിലൊക്കെ വരുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ അതിന്റെ വർഷം നിങ്ങൾ മറന്നു പോയത് 1986 ആണ്. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 19 നവംബർ 1986. ഓക്കെ, 19 നവംബർ 1986 ഇത് കെയിം ഇൻ ടു ഫോഴ്സ്. Then it has 20 section and 4 chapters. ഇതിന് 26 സെക്ഷനുകളും അതേപോലെ തന്നെ 4 ചാപ്റ്റേഴ്സും ഇതിനുണ്ട്. ഓക്കെ, 26 സെക്ഷനുകളും 4 ചാപ്റ്റേഴ്സും ഇതിനുണ്ട്. 26 section and 4 chapters. The act is widely considered to have been a response to the Bhopal gas leak. Okay, ഈ ഒരു എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരാനുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നിങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഈ ഒരു എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടർ ആർട്ടിക്കിൾ 253 ഇത് പറയുന്നത്. 253 ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വർഷം നിങ്ങൾ ഓർത്തു വെക്കണം, 19 നവംബർ 1986 ആണ്. ഓക്കെ, 19 നവംബർ 1986 ഇത് കെയിം ഇൻ ടു ഫോഴ്സ്. ഇതിന് 26 സെക്ഷനുകളും 4 ചാപ്റ്ററുകളുമാണ് ഇത്. ഓക്കെ, 4 ചാപ്റ്ററുകളായിട്ട് 26 സെക്ഷനുകളാണ് ഇതിനുള്ളത്. ദെൻ ഇതെന്താണ്, ഇതൊരു ഭോപ്പാൽ ഗ്യാസിന് എതിരെയുള്ള അതിനൊരു റെസ്പോൺസ് ആയിട്ടാണ് ഈ ആക്ട് വന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 253ാമത്തെ ആർട്ടിക്കിളാണ് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അത് വന്ന വർഷം നിങ്ങൾ ഓർക്കണം, 1986 ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഫസ്റ്റ് എൻവിയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. നമ്മൾ ഇനി കുറച്ച് എൻവിയോൺമെന്റൽ മൂവ്മെന്റുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ എൻവിയോൺമെന്റൽ മൂവ്മെന്റ് നമ്മുടെ സിലബസിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം നമ്മുടെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സിലബസിലേക്ക് എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയാസ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള എൻവിയോൺമെന്റുമായി റിലേറ്റ് ചെയ്തെടുക്കുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ, ആക്ടുകൾ, ഇതുപോലത്തെ മൂവ്മെന്റുകൾ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് മൂവ്മെന്റുകളുടെ പേരൊക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. ചിപ്കോ മൂവ്മെന്റ്, ആപ്പിക്കോ മൂവ്മെന്റ്, സർദാർ സരോവർ പ്രോജക്ട്, സൈലന്റ് വാലി, ഇതൊക്കെ നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള പേരുകളായിരിക്കും. പക്ഷെ ഈ ഫെമിലിയർ മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള ആ കൺസെപ്റ്റും കൂടി എന്ത് ചെയ്യണം, ആസ് എ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജി സ്റ്റുഡൻസ് നമ്മൾ അത് അറിഞ്ഞിരിക്കും. ഓക്കെ, ഇതൊക്കെ ജനറൽ ബേസികൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ICDSന് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന മൂവ്മെന്റുകളൊക്കെ പല തവണകളിൽ പല എക്സാമുകളിലും ജനറൽ PSCയിലെ പല എക്സാമുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എൻവിയോൺമെന്റൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ എൻവിയോൺമെന്റൽ മൂവ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചിപ്കോ മൂവ്മെന്റ്, ഓപ്ഷൻ ബി നർമ്മദ ബച്ചാവോ, ഓപ്ഷൻ സി ആപ്പിക്കോ മൂവ്മെന്റ്, ഓപ്ഷൻ ഡി ബിഷ്ണോയ് മൂവ്മെന്റ്. 4 ഉള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്, ബിഷ്ണോയ് മൂവ്മെന്റ് ആണ്.
ഓക്കെ, ബിഷ്ണോയ് മൂവ്മെന്റ് ആണ് വരുന്നത്. നമുക്ക് ബിഷ്ണോയ് മൂവ്മെന്റ് എന്താന്ന് നോക്കാം. ഓക്കെ, the Bishnoi movement took place in Kejral village, Kejarli village, Marwar region of Rajasthan. അപ്പോൾ വില്ലേജ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അത് രാജസ്ഥാനിലാണ് നടന്നത്. എന്ത് ചെയ്യാൻ പറ്റും, പ്രൊനൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പൊ രാജസ്ഥാനിലാണ് നമ്മുടെ ബിഷ്ണോയ് മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുള്ളതെന്ന് പറയും. ഇൻ ദ 70-30s, ഓക്കെ, ഒരു 70-30സിലൊക്കെയാണ് ഈ പറയുന്ന ബിഷ്ണോയ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടു പ്രൊട്ടക്ട് ദ സാക്രഡ് കെജ്രി ട്രീസ്, കെജ്രി ട്രീസ്, സാക്രഡ് ആയിട്ടുള്ള കെജ്രി ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ബിഷ്ണോയ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 70-30സിലെ 1730കളില് രാജസ്ഥാനിലെ സാക്രഡ് ട്രീസ് ആയിട്ടുള്ള സാക്രഡ് കെജ്രി ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് എൻവയോൺമെന്റ് മൂവ്മെന്റ് ആയ ബിഷ്ണോയ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. The Bishnoi movement was among the first movement to organize in support of environmental conservation, wildlife protection and green living. അല്ലെ, ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന് പറഞ്ഞത് എമംഗ് ദ ഫസ്റ്റ് മൂവ്മെന്റ്, അത് ഫസ്റ്റ് മൂവ്മെന്റ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളൊക്കെ ഓർഗനൈസ് ചെയ്യാന്, സപ്പോർട്ട് ഓഫ് എൻവയോൺമെന്റൽ കൺസർവേഷൻ, അല്ലെ, നമ്മൾ പരിസ്ഥിതിയെ കൺസർവ് ചെയ്യുക എന്ന കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഓർഗനൈസ് ചെയ്യാനുമുള്ള ആദ്യത്തെ ഒരു മൂവ്മെന്റ് ആയിരുന്നു ബിഷ്ണോയ് മൂവ്മെന്റ്. ദെൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ കൺസർവ് ചെയ്യാനും ഗ്രീൻ ലിവിംഗ്, അല്ലെ, ഗ്രീൻ ലിവിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ആദ്യത്തെ മൂവ്മെന്റ് ആയിരുന്നു ബിഷ്ണോയ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിഷ്ണോയ് മൂവ്മെന്റ് രാജസ്ഥാനിലെ 70-30സിലായിരുന്നു സാക്രഡ് കെജ്രി ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ബിഷ്ണോയ് മൂവ്മെന്റ് ടുക്ക് പ്ലേസ് ചെയ്തത്. ദെൻ ഇത് എന്തായിരുന്നു, നമ്മുടെ വൈൽഡ് ലൈഫ്, എൻവയോൺമെന്റൽ കൺസർവേഷൻ, ഗ്രീൻ ലിവിംഗ് എന്നിവയെ സപ്പോർട്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വന്നിട്ടുള്ള ആദ്യത്തെ എൻവയോൺമെന്റൽ മൂവ്മെന്റ് കൂടിയായിരുന്നു. Then in which year held രാംസർ കൺവെൻഷൻ? ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസിലെ എൻവയോൺമെന്റുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. രാംസർ കൺവെൻഷൻ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കൺവെൻഷൻ ആണ്. ഇത് ഹെൽഡ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1989, ഓപ്ഷൻ സി 1971 ആൻഡ് ഓപ്ഷൻ ഡി 2001. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1971ലാണ് രാംസർ കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. 1971 in the Iranian city of Ramsar for the protection of wetland and their city and the resources. അപ്പോൾ ഇറാനിയൻ സിറ്റി ആയിട്ടുള്ള രാംസറിലെ 1971ലാണ് രാംസർ കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ രാംസർ കൺവെൻഷനിൽ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്തിരുന്നത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്സിലെ വെറ്റ്ലാൻഡുകൾ പ്രൊട്ടക്ട് ചെയ്യാനും അതിന്റെ റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുമായിരുന്നു ഇത് ഇവർ പ്രാധാന്യമായിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഫൈനലി ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1975. ഇത് 1975ലാണ് ഫൈനലി അത് കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്തത്. ഓക്കെ, then there are 80 Ramsar sites in India listed under the Ramsar Convention. Ramsar Convention പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 80 രാംസർ സൈറ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യം വരെ 75 സൈറ്റുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 2024 5 സൈറ്റുകൾ കൂടി അതിൽ കൂടിയിട്ട് അത് 80 സൈറ്റുകളായിട്ട് മാറി. അതിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ചിലിക ലേക്ക് ആണ്. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ചിലിക ലേക്ക് ആണ്. ദെൻ അതിലെ സ്മോളസ്റ്റ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് രേണുക വെറ്റ്ലാൻഡ് ആണ്. സ്മോളസ്റ്റ് വെറ്റ്ലാൻഡ് ഈസ് രേണുക വെറ്റ്ലാൻഡ് ആണ്. ഹയസ്റ്റ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് സുന്ദർബൻ വെറ്റ്ലാൻഡ് ആണ്. ദെൻ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് February 2 ആണ്. 2024 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഓക്കെ, അപ്പൊ രാംസർ കൺവെൻഷൻ എന്താണ് നടന്നത്? 1971 ഇറാനിയൻ സിറ്റി ആയിട്ടുള്ള രാംസറിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ്, അല്ലെ, വെറ്റ്ലാൻഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു രാംസർ കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇന്ത്യയിൽ 80 രാംസർ സൈറ്റുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് പൊസിഷൻ ചിൽക്ക ലേക്ക് ആണ്. സ്മോളസ്റ്റ് വെറ്റ്ലാൻഡ് രേണുകയാണ്. ഹയസ്റ്റ് വെറ്റ്ലാൻഡ് സുന്ദർബൻ വെറ്റ്ലാൻഡ് ആണ്. ദെൻ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറയുന്നത് February 2 ആണ്. 2024 അതിന്റെ തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ആണ്. Then in which year held Stockholm Convention? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്ന വർഷം ഏതൊക്കെയാണ്?
ഓക്കെ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്ന വർഷം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1985, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1989, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1971, ദെൻ ഓപ്ഷൻ ഡി 2001. ഓക്കെ, 1985, 1989, 1971, 2001. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്. 2001 സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നിട്ടുണ്ടായത്. എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ തന്നെയാണ്. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നത് എന്നാണ് നമ്മുടെ 2001 നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇന്റർനാഷണൽ എൻവിയോൺമെന്റൽ ട്രീറ്റി, അതായത് നമ്മുടെ ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഒരു ഇന്റർനാഷണൽ എൻവിയോൺമെന്റൽ ട്രീറ്റി ആയിരുന്നു. ഓക്കെ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ എൻവിയോൺമെന്റൽ ട്രീറ്റി ആയിരുന്നു. സൈൻഡ് ഓൺ 22 മെയ് 2001. അപ്പൊ അത് എന്നാ സൈൻ ചെയ്തത്? 22 മെയ് 2001 ഇൻ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് സ്റ്റോക്ക്ഹോം കൺവെൻഷൻ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 22 മെയ് 2001 നമ്മുടെ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ സൈൻ ചെയ്തിട്ടുള്ളത്. ഇഫക്റ്റീവ് ഫ്രം 70 മെയ് 2004. അത് ഇഫക്റ്റീവ് ആയിട്ട് വന്നത്, ഫലത്തിൽ വന്നത് 17 മെയ് 2004 ദാറ്റ് എയിം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് or restrict the production and use of persistent organic pollutants, POPs. ഇതിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? എലിമിനേറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യുക പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ പ്രൊഡക്ഷൻ ഒന്നല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയോ എന്നതായിരുന്നു സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, അത് സൈൻ ചെയ്തത് 22 മെയ് 2001 ഇഫക്റ്റീവിൽ വന്നത് എന്താണ്? 17 മെയ് 2004. അതിന്റെ എയിം എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് പ്രൊഡക്ഷൻ റെസ്ട്രിക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുകയോ ആയിരുന്നു. Then in which year held Vienna Convention? ഏത് വർഷമാണ് വിയന്ന കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത്? ഏത് വർഷമാണ് വിയന്ന കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1989, ഓപ്ഷൻ സി 1971 ആൻഡ് ഓപ്ഷൻ ഡി 2001. ആൻസർ വരുന്നത് എ ആണ്. 1985 വിയന്ന കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. The convention was adopted by the conference on the protection of the ozone layer. അപ്പൊ വിയന്ന കൺവെൻഷൻ എന്തിനാണ് പ്രാധാന്യം നൽകിയത്? പ്രൊട്ടക്ഷൻ ഓഫ് ദി ഓസോൺ ലെയർ ആണ്. ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ആൻഡ് അറ്റ് ദ യുണൈറ്റഡ് നേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിലായിരുന്നു എന്ത് ചെയ്ത് ഇതിന്റെ ഒരു യുണൈറ്റഡ് നേഷൻ, സോറി, ആ ഒരു പോയിന്റ് അതിലില്ല കേട്ടോ. അത് നമ്മൾ വേറൊരു പോയിന്റ് ആയിരുന്നു, അത് അതിലില്ലാവേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. കൺവെൻഷൻ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺഫറൻസ് ഓൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഓസോൺ ലെയർ. ഓക്കെ, ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആദ്യം പറഞ്ഞ രാംസർ, നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആയിട്ട് എഴുതാം. രാംസർ കൺവെൻഷൻ എന്നായിരുന്നു? നമ്മുടെ 1971 എന്തുമായി ബന്ധപ്പെട്ടതാണ്? വെറ്റ് ലാൻഡുമായി ബന്ധപ്പെട്ട് അല്ലെ. ദെൻ പിന്നീട് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നാ പറഞ്ഞത്? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001 അല്ലെ. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001 അതെന്തായിരുന്നു ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നമ്മുടെ POPSന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? റെസ്ട്രിക്ട് ചെയ്യുകയോ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇതിന് അടുത്ത് എന്തായിരുന്നു? വിയന്ന കൺവെൻഷൻ ആയിരുന്നു അല്ലെ. വിയന്ന കൺവെൻഷൻ എന്നാണ് ഉണ്ടായിരുന്നത്? നമ്മുടെ 1985 എന്തിനായിരുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ അല്ലെ. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. രാംസർ കൺവെൻഷൻ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, വിയന്ന കൺവെൻഷൻ. അതിലെ രാംസർ കൺവെൻഷൻ 1971 വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ 2001 POPSന്റെ റിഡക്ഷൻ ഓർ റെസ്ട്രിക്ട് ഓർ എലിമിനേഷൻ, ദെൻ വിയന്ന കൺവെൻഷൻ 1985 പ്രൊട്ടക്ഷൻ ഓഫ് ദി ഓസോൺ ലെയർ. അടുത്തൊരു കൺവെൻഷൻ ആണ് ബേസൽ കൺവെൻഷൻ അല്ലെ. ഇപ്പൊ നമ്മൾ 3 കൺവെൻഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. കൺവെൻഷനുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺവെൻഷനാണ്. ഇനി അടുത്തത് ബേസൽ കൺവെൻഷൻ ആണ്. 1985, 1989, 1971, 2001. ആൻസർ ബി ആണ് 1989. ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത് 1989 അത് നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു?
The Basel Convention on the Control of the Transboundary Movement of Hazardous Waste and their Disposal. Hazardous waste ഡിസ്പോസലും അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്ബൗണ്ടറി മൂവ്മെന്റ്സ് ആണ് ഈ ബേസൽ കൺവെൻഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ചുരുക്കിയിട്ട് പറയാം. ദെൻ ഇത് അഡോപ്റ്റ് ചെയ്ത വർഷം എന്നാണ് 22 മാർച്ച് 1989. ഓക്കെ, 22 മാർച്ച് 1989 ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത് നമ്മളോട് സോറി ഇത് നമ്മളോട് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 22 മാർച്ച് 1989. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ ജാനുവരിയിൽ നടന്ന സെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. The first Middle East country with which India signed the Comprehensive Partnership Agreement in 2022. 2022 Comprehensive Partnership Agreement ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്ത ഫസ്റ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രി ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഒമാൻ, ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഓപ്ഷൻ സി UAE, ഓപ്ഷൻ ഡി ബഹ്റൈൻ. ആൻസർ സി ആണ്, UAE ആണ് ഇതിന്റെ ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് 18 ഫെബ്രുവരി 2022 മുതലാണ് വരാൻ തുടങ്ങിയത്. അപ്പൊ അത് ആദ്യമായിട്ട് ഫസ്റ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രി ഏതായിരുന്നു? UAE ആയിരുന്നു. Then the first planned eco tourism destination in India. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാനഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി തെന്മല, ഓപ്ഷൻ ഡി സുന്ദർബൻസ് നാഷണൽ പാർക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ സി ആണ് വരുന്നത്. തെന്മലയാണ് ഫസ്റ്റ് പ്ലാനഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് പ്ലാനഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് തെന്മലയാണ്. ഓക്കെ, then Tenmala is India's first planned eco tourism. Tenmala എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് പ്ലാനഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ്. ലൊക്കേറ്റഡ് ഇൻ ദ ഫൂട്ട് ഹിൽ ഓഫ് ദി വെസ്റ്റേൺ ഘാട്ട്. ഇത് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിലാണ്. ഇൻ കേരളാസ് കൊല്ലം ഡിസ്ട്രിക്ട്. കേരളത്തിലെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് തെന്മല സ്ഥിതി ചെയ്യുന്നത്. തെന്മല ഈസ് ആൾസോ എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. തെന്മല യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ്, കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടി ആണ്. Then select appropriate sentence regard with Silent Valley movement. Silent Valley മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെന്റൻസ് സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഈ ഒരു സിലബസിൽ നമുക്ക് ഒരുപാട് മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. പല മൂവ്മെന്റുകളും നമുക്ക് ഇങ്ങനെ പഠിച്ചു പോയി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ PYQ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് മൂവ്മെന്റുകളും അത് എന്താന്ന് പഠിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇനി മുതൽ അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് മൂവ്മെന്റുകളുടെ ഉദ്ദേശ ശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈലന്റ് വാലി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കറക്റ്റ് സെന്റൻസ് പിക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങളത് പിക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചു, പിന്നെ അതിന്റെ ബേസിക് കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കാനുണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ക്ലാസ്സുകളിൽ അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 49ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് അപ്രോപ്രിയേറ്റ് സെന്റൻസ് റിഗാർഡ് വിത്ത് സൈലന്റ് വാലി മൂവ്മെന്റ്. സൈലന്റ് വാലി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട അപ്രോപ്രിയേറ്റ് സെന്റൻസ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് ദ എൻവിയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദി വീക്ക് എക്കോസിസ്റ്റം. B. Protecting the evergreen forest from being destroyed by a hydroelectric project. Option C. Tree hugging, wrapping arms around the trees and forest protection. Option D. Against the large dam being built. അപ്പൊ ഇതിൽ നമുക്ക് സൈലന്റ് വാലി ഇപ്പൊ കേരളത്തിൽ നടന്ന ഒന്നാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനെതിരായിട്ട് വന്നതായിരുന്നു അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്തുള്ളത്, ഇതിന്റെ ഒരു ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. എന്താണ്, നമ്മൾ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് അവിടെ വരുന്നു, അതിനെതിരായിട്ട് അപ്പൊ അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, എവർഗ്രീൻ ഫോറസ്റ്റുകളൊക്കെ നശിക്കും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു സൈലന്റ് വാലി മൂവ്മെന്റ് എന്തുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് പ്രിവെന്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന സൈലന്റ് വാലി വന്നിട്ടുണ്ടായിരുന്നത്.
നിങ്ങൾക്ക് അറിയാം എന്താണ് സൈലന്റ് വാലി മൂവ്മെന്റ് ഒരു 1973 ഒക്കെ ആയപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. 1973 ഒക്കെ ആയപ്പോഴേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്കൂൾ ടീച്ചേഴ്സും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അല്ലെ KSSP ഒക്കെ കൂടിയിട്ടുള്ള ഒരു NGO ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൈലന്റ് വാലിനെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ നിന്നും എന്ത് ചെയ്യാണ് സംരക്ഷിക്കുക എന്നൊരു അർത്ഥത്തോട് വേണ്ടി 1973 KSSPയും കുറച്ച് ടീച്ചേഴ്സ് അല്ലെ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു NGO ആയിരുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ത് ചെയ്തു ഇങ്ങനെ ഈ ഒരു പ്രൊജക്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്ന് പറയുന്നത് 1970 KECBയിലെ നമ്മുടെ വൈദ്യുത ബോർഡ് എന്ത് ചെയ്തു അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം നമ്മുടെ കുന്നിപ്പുഴ അല്ലെ കുന്നിപ്പുഴയുടെ കുറുകെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുകയുണ്ടായി. അപ്പൊ അത് എന്ത് ചെയ്യുന്നു ഒരു 8.3 സ്ക്വയർ കിലോമീറ്റർ എന്താണ് എവർഗ്രീൻ ഫോറസ്റ്റിനൊക്കെ ബാധിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് അപ്പൊ ഇതെന്ത് ചെയ്തു ഇങ്ങനെ ഒരു 1970 KECB ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിരുന്നു കുന്നിപ്പുഴയിലായിരുന്നു ഇത്. അപ്പൊ അതുവരെ അത്രയും എന്താ പറയാ ഒരു മനുഷ്യന്റെ ഇതൊന്നും കയ്യൊന്നും എത്താത്തൊരു ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു കുന്നിപ്പുഴയ്ക്ക്. അത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര പ്യുവർ വാട്ടർ ആണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വരുന്ന സമയത്ത് ഒരുപാട് വനങ്ങൾ എന്ത് ചെയ്യും നഷ്ടപ്പെടും. അപ്പൊ അതിനെതിരെയായിരുന്നു ഈ 1973 KSSPയും പിന്നെ അതേപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഒരു NGO കൂടി എന്ത് ചെയ്തു ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ദെൻ പിന്നീട് എന്ത് ചെയ്തു ആ ഒരു പ്രൊജക്ട് ഉപേക്ഷിക്കുകയുണ്ടായി. 1985 സൈലന്റ് വാലി ഒരു നാഷണൽ പാർക്കായിട്ട് മാറി. 1985 സൈലന്റ് വാലി ഒരു നാഷണൽ പാർക്കായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് സൈലന്റ് വാലിയെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് അപ്രോപ്രിയേറ്റ് സെന്റൻസ് റിഗാർഡിംഗ് വിത്ത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇനി നമ്മളോട് ആദ്യം നമ്മളോട് ചോദിച്ച സൈലന്റ് വാലി മൂവ്മെന്റ് ആണ്. ഞാൻ അതിന്റെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദെൻ അടുത്തത് അപ്രോപ്രിയേറ്റ് സെന്റൻസ് റിഗാർഡ് വിത്ത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട സെന്റൻസ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് ദ എൻവിയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദ വീക്ക് എക്കോസിസ്റ്റം അല്ലെ. എഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് പിന്നെ അതേപോലെ തന്നെ എൻവിയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദി വീക്ക് എക്കോസിസ്റ്റം. ബി എന്താണ് പ്രൊട്ടക്ടിങ് ദ എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീങ് ഡിസ്ട്രോയ്ഡ് by a hydroelectric project. C. Tree hugging, wrapping arms around trees and forest protection. Option D. Against the large dams being built across the Narmada river. നമുക്കറിയാം അല്ലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം അറിയാം. ആൻസർ ഡി ആണ് അല്ലെ. നമ്മുടെ നർമ്മദ റിവറിന്റെ അവിടെ എന്ത് ചെയ്യുന്നു ലാർജ് ഡാമുകൾ പണിയുന്നതിനെതിരെയായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ത് ചെയ്ത് വന്നിട്ടായിരുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? മേധാ പട്കർ ആയിരുന്നു അല്ലെ. മേധാ പട്കർ ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത വർഷം 1985 ദെൻ ഇത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? എഗെയിൻസ്റ്റ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹ്യൂജ് ഡാം ഓൺ ദ നർമ്മദ റിവർ അല്ലെ. എന്താണ് നർമ്മദ റിവറില് ഭയങ്കര വലിയ ഹ്യൂജ് ഡാമുകൾ എന്ത് ചെയ്തു അവര് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കി. അപ്പൊ അതിനെതിരെയായിരുന്നു മേധാ പട്കർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നായിരുന്നു? ഒരു 1985 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇതെന്താണ് മേധാ പട്കർ. അതോടെ മേധാ പട്കർ നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. മേധാ പട്കർ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ എന്താണ് നമ്മുടെ നർമ്മദയില് എന്താണ് വളരെ വലിയൊരു ഡാം എന്ത് ചെയ്തു കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് എന്ത് ചെയ്തത് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിന്റെ ഒരു 1985 9th ആഗസ്റ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കട്ടെ. 9th ആഗസ്റ്റ് ആയിട്ട് കറക്റ്റ് ഇത് നമ്മുടെ ഈ നർമ്മദ റിവർ എന്ന് പറയുന്നത് എന്താ പറയാ 5th ലാർജസ്റ്റ് റിവർ ഒക്കെ ആയിരുന്നു ഇന്ത്യയുടെ. പിന്നെ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആയിരുന്നു. അതിന്റെ ലെങ്ത് ഏകദേശം ഒരു 1312 കിലോമീറ്റർ ഒക്കെ വരുന്നുണ്ട്. ദെൻ ഇതിനെ ഓൾസോ ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ നർമ്മദ റിവറിനെ വിളിക്കുന്നുണ്ട്.
ഓക്കെ, ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്നും കൂടി എന്ത് ചെയ്യുന്നത് നർമ്മദ റിവറിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത് മധ്യപ്രദേശിലാണ്. 1985 9th ഓഗസ്റ്റ് മേധാ പട്കർ ആയിരുന്നു ഹ്യൂജ് ഡാമിന്റെ കൺസ്ട്രക്ഷനെതിരെയായിരുന്നു. 5th ലാർജസ്റ്റ് റിവർ ആയിരുന്നു. ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഒക്കെ ആയിരുന്നു. ഏകദേശം ഒരു 1312 ലെങ്ത് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് നർമ്മദ റിവറിനെ കുറിച്ചിട്ടും നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് അപ്രോപ്രിയേറ്റ് സെന്റൻസ് റിഗാർഡ് വിത്ത് തെഹരി ഡാം കോൺഫ്ലിക്റ്റ്. തെഹരി ഡാം കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് ദ എൻവിയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദി വീക്ക് എക്കോസിസ്റ്റം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്രൊട്ടക്ടിംഗ് ദ എവർഗ്രീൻ ഫോറസ്റ്റ് ഫ്രം ബീങ് ഡിസ്ട്രോയ്ഡ് ബൈ എ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. ഓപ്ഷൻ സി ട്രീ ഹാക്കിംഗ്, റാപ്പിംഗ് ആംസ് അറൌണ്ട് ദ ട്രീസ് ആൻഡ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് ദ ലാർജ് ഡാംസ് ബീങ് ബിൽഡ് അക്രോസ് ദ നർമ്മദ റിവർ. അപ്പൊ തെഹരി ഡാമുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് ഈ താഴെ പറയുന്നതിൽ ഏതാണ് തെഹരി ഡാം കോൺഫ്ലിക്റ്റുമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് കിടക്കുന്നത്? ഇവിടെ ആൻസർ ഈ ആണ്. എന്താണ്? എഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൗൺ ഇൻഹാബിറ്റൻസ് ആൻഡ് ദ എൻവിയോൺമെന്റൽ കോൺസിക്വൻസ് ഓഫ് ദി വീക്ക് എക്കോസിസ്റ്റം. അല്ലെ, എന്താണ് എൻവിയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സുന്ദർലാൽ ബഹുഗുണ അല്ലെ ലെഡ് ആന്റി തെഹരി ഡാം മൂവ്മെന്റ് അല്ലെ, നമ്മുടെ തെഹരി കോൺഫ്ലിക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത് ആരായിരുന്നു? നമ്മുടെ സുന്ദർലാൽ ബഹുഗുണയായിരുന്നു. ദെൻ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വി ഡോണ്ട് വാണ്ട് ദ ഡാം എന്നാ പറഞ്ഞത്. വി ഡോണ്ട് വാണ്ട് ദ ഡാം. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഡാമുകളൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഡാം ഇസ് ദ മൗണ്ടെയിൻ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 37 വില്ലേജ് ഇങ്ങനെ ഒരു തെഹരി ഡാം വന്നു കഴിഞ്ഞാൽ ഫുള്ളി എഫക്ട് ചെയ്യും. 88 വില്ലേജിന് അത് പാർഷ്യലി എഫക്ട് ചെയ്യും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത് ഇതിനെ എല്ലാവരും എതിർത്തിട്ടുണ്ടായിരുന്നത്. ഒരു ആന്റി തെഹരി ഡാം മൂവ്മെന്റ് ഒരു 1980s ആയപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2004 വരെ എന്തുണ്ട് ഈ പറയുന്ന ആന്റി തെഹരി ഡാം കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ട്. Then the protest was against the displacement of town inhabitants and inhabitants and environmental consequence of the weak ecosystem. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 38 വില്ലേജിനെ ഫുള്ളി അഫക്ട് ചെയ്യുന്നു, 80 സംതിങ് വില്ലേജിനെ അത് പാർഷ്യലി അഫക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരുപാട് ആളുകൾക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും അല്ലെ, സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ എൻവയോൺമെന്റ് അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തെ അത് വീക്ക് ചെയ്യും അല്ലെ. അപ്പൊ ഇന്നതൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്ത് നമ്മൾ ഈ പറയുന്ന സുന്ദർലാൽ ബഹുഗുണ നമ്മൾ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. അദ്ദേഹം പറഞ്ഞത് വി ഡോണ്ട് വാണ്ട് ദ ഡാം എന്നാണ് പറഞ്ഞത്. 1980s മുതൽ ഏകദേശം ഒരു 2004 വരെ എത്തിയിട്ടുണ്ടായിരുന്നു തെഹരി ഡാം കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെലക്ട് അപ്രോപ്രിയേറ്റ് സെന്റൻസ് റിഗാർഡ് വിത്ത് ചിപ്കോ മൂവ്മെന്റ് അല്ലെ. ചിപ്കോ മൂവ്മെന്റ് നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. ആൻസർ സി ആണല്ലേ. കാരണം എന്താണ്? ട്രീ ഹാക്കിംഗ് ആണ് അല്ലെ. ട്രീ ഹാക്കിംഗ് നമുക്ക് ആകെ മെയിൻ ആയിട്ട് അറിയുന്ന ഒരു പോയിന്റ് ഈ ചിപ്കോ മൂവ്മെന്റ് ആയിരിക്കും അല്ലെ. കാരണം നമ്മളത് കുഞ്ഞിലേ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. നമുക്ക് പണ്ടൊക്കെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, എന്റെ മരം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. ആ എന്റെ മരത്തിൽ ആദ്യത്തെ സ്റ്റോറി എന്തായിരുന്നു നിങ്ങൾ കണ്ടാന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഓരോ മരത്തിന്റെ ഓരോ വളർച്ച എഴുതുന്ന ഒരു ബുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ കഥ ഈ ചിപ്കോ ബുക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ അതിലൊരു പിക്ചർ ഉണ്ട്, മരം, ആ മരത്തെ കെട്ടിപ്പിടിക്കുന്ന സ്ത്രീകൾ അല്ലെ. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് അറിയില്ലേ. അപ്പൊ ആൻസർ സി എന്ന് പറയുന്നത് ട്രീ ഹക്കിംഗ് ആണ്. റാപ്പിംഗ് ആംസ് അറൌണ്ട് ദ ട്രീസ് അറൌണ്ട് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ അല്ലെ. നമ്മൾ മരത്തിന് ചുറ്റും എന്ത് ചെയ്തു കെട്ടിപ്പിടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട്, മരങ്ങൾ മുറിക്കരുത് എന്ന രീതിയിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹഗിങ് ദ ട്രീസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം വുഡ് കട്ടേഴ്സ് ഫ്രം കട്ടിങ് ദം അല്ലെ. വുഡ് കട്ടേഴ്സിൽ നിന്ന് അതിനെ കട്ട് ചെയ്തതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ഒരു കൂട്ടം സ്ത്രീകളായിരുന്നു കേട്ടോ ഇത് മുന്നോട്ട് ഇറങ്ങിയത്. അവരെന്ത് ചെയ്യുന്നു, ഈ ട്രീസിനെ ഹഗ് ചെയ്യുന്നു. ഇത് ഉത്തരാഖണ്ഡിൽ 1973 ഇത് ഉത്തരാഖണ്ഡിൽ 1973 ചിപ്കോ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. ഇതിനടുത്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സെറ്റ് പോലത്തെ എക്സാമ്പിൾ കഴിഞ്ഞ സെറ്റിൽ മനസ്സിലായത്. ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ എ ഓസോൺ ഡിപ്ലഷൻ, ഓപ്ഷൻ ബി ഹസാർഡ്സ് വേസ്റ്റ്, ഓപ്ഷൻ സി ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഓപ്ഷൻ ഡി ന്യൂക്ലിയർ എനർജി. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ കേട്ടോ. ക്യോട്ടോ പ്രോട്ടോകോൾ
ഈ COP COP3 നമ്മൾ COP1 മുതൽ ഏകദേശം ഇതുവരെ നടന്ന ഒരുവിധ കോപ്പുകൾ 1 മുതൽ ഇതുവരെ നടന്ന കോപ്പ് വരെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അക്കാഡമി സമീപിച്ചാൽ മതി. COP3 ഓഫ് UNFCCC ഓൺ 11 ഡിസംബർ 1997 ഇൻ കോട്ടോ, ജപ്പാൻ. ജപ്പാനിലെ കോട്ടോയില് 1997 ഡിസംബർ 11-നാണ് എത്തിയത് ഈ COP3 നടന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ കോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാന സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോ കോപ്പുകൾ ഒരുവിധപ്പെട്ട കോപ്പുകളൊക്കെ എന്താണ് ഈ പറയുന്ന എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇമേജ് ആയിട്ട് കിട്ടും. അത് കോപ്പ് ഫസ്റ്റ് മുതൽ ഇമേജ് ആയിട്ട് കിട്ടും, അത് പഠിച്ചാലും മതി. പക്ഷെ അത് ഒരുപാടുണ്ട്, നമുക്ക് ചുരുക്കിയിട്ടും എന്ത് ചെയ്യാം, അത് പഠിക്കാം. അത് അതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എൻവയോൺമെന്റ് നമുക്കുള്ളത് കൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കോട്ടോ പ്രോട്ടോകോൾ കഴിഞ്ഞ സെറ്റിൻ സോഷ്യോളജിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അടുത്ത ഇതും നമ്മുടെ സെറ്റിൽ കഴിഞ്ഞ 2024 ജാനുവരി സെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ 3Rs 3R എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് റെഫ്യൂസ്, റെഡ്യൂസ്, റീകൺസിഡർ. ഓപ്ഷൻ ബി റെഡ്യൂസ്, റെഫ്യൂസ്, റീകൺസിഡർ. ഓപ്ഷൻ സി റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. ഓപ്ഷൻ ഡി റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. അല്ലെ, എന്താ പറയുന്നത്, റീയൂസ് ചെയ്യുക, വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചാൽ വീണ്ടും യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യുക, ചില സാധനങ്ങളുടെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക. റീസൈക്ലിംഗ് നിങ്ങൾക്കറിയില്ലേ, പുനർചക്രം അല്ലെ, റീസൈക്ലിംഗ്. ഇത് ഏതൊക്കെയാണ് നമ്മൾ ഈ 3Rs ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് ഏതൊക്കെയാണ്? റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ. ഓക്കെ, ഇതാണ് അതിൽ പറയുന്നത്. അടുത്തത് നെയിം ദ സ്ട്രഗിൾ കണ്ടക്ടഡ് ബൈ SDVSP അഗെയിൻസ്റ്റ് ദ ഏലിനേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. അല്ലെ, നെയിം ദ സ്ട്രഗിൾ കണ്ടക്ടഡ് ബൈ SDVSP. അല്ലെ, SDVSP കണ്ടക്ട് ചെയ്തപ്പോ അഗ്രികൾച്ചർ ലാൻഡിന്റെ ഏലിനേഷനെതിരെ SDVSP കണ്ടക്ട് ചെയ്ത സ്ട്രഗിളിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കുറ്റിയാടി, ഓപ്ഷൻ ബി പ്ലാച്ചിമട ആൻഡ് ഓപ്ഷൻ ജി ചെങ്ങര. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അത് ആൻസർ സി ചെങ്ങര സ്ട്രഗിൾ ആയിരുന്നു. ചെങ്ങര നമ്മുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ചെങ്ങര കലാപം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോൺഫറൻസ് വിച്ച് ബ്രോട്ട് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ചോദിക്കാം. പലപ്പോഴായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ പല രീതികളും നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരുവിധപ്പെട്ട എല്ലാ ഏരിയാസും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ പഠിക്കാറുണ്ട്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന കോൺഫറൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നല്ല ചോദിച്ചത്, അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന കോൺഫറൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ദ റിയോ കോൺഫറൻസ്, ഓപ്ഷൻ ബി ദ ദോഹ കോൺഫറൻസ്, ആൻഡ് ഓപ്ഷൻ സി ജനീവ കോൺഫറൻസ്, ആൻഡ് ഓപ്ഷൻ ഡി ദ മോണിട്രിയൽ കോൺഫറൻസ്. അല്ലെ, റിയോ കോൺഫറൻസ്, ദോഹ കോൺഫറൻസ്, ജനീവ കോൺഫറൻസ്, മോണിട്രിയൽ കോൺഫറൻസ്. അതിൽ ഉത്തരം വരുന്നത് ആൻസർ എ ആണ്, ദ റിയോ കോൺഫറൻസ്. ഓക്കെ, റിയോ കോൺഫറൻസ് 1992 റിയോ ഡി ജനീറിയോയിലാണ് എന്ത് ചെയ്തത്, റിയോ കോൺഫറൻസ് നടന്നത്. 1992 റിയോ ഡി ജനീറിയോയിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ റിയോ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചിപ്കോ മൂവ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അല്ലെ, ചിപ്കോ മൂവ്മെന്റ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്തുമായിട്ടാണ്? ഓപ്ഷൻ എ അർബൻ പൂവർ, ഓപ്ഷൻ ബി സേവിംഗ് ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ്, ആൻഡ് ഓപ്ഷൻ സി ട്രക്ക് ഫാമിംഗ്, ആൻഡ് ഓപ്ഷൻ ഡി ഹൗസിംഗ് ഇൻ റൂറൽ ഏരിയാസ്. അല്ലെ, എന്താണ്, അർബൻ പൂവർ ആണോ, സേവിംഗ് ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ആണോ, ട്രക്ക് ഫാമിംഗ് ആണോ, ഹൗസിംഗ് ഇൻ റൂറൽ ഏരിയാസ് ആണോ? ചിപ്കോ മൂവ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുഞ്ഞിലേ തന്നെ നമുക്ക് ഈ ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് അറിയാം. എന്താണ്, ഒരു കൂട്ടം സ്ത്രീകള് എന്ത് ചെയ്തു, ഒരുപാട് മരം വെട്ടുകാരായിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഒരുപാട് മരങ്ങളൊക്കെ മുറിക്കുന്നത് കണ്ട വിഷമത്തില് ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്തു, ഈ മരങ്ങളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ മരങ്ങൾ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരാ, ആൻസർ ബി ആണ് വരുന്നത്, സേവിംഗ് ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റിലെ. നമ്മുടെ ഫോറസ്റ്റിലെ ട്രീസ് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക എന്നതായിരുന്നു ചിപ്കോമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തത്, ആൻ ഇൻക്രീസ് ഇൻ ദ എർത്ത് ടെമ്പറേച്ചർ ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് ഇഫക്ട് ഈസ് നോൺ ആസ്. ഇത് കഴിഞ്ഞ 2024 ജനുവരിയിലെ സെറ്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻ ഇൻക്രീസ് ഇൻ ദ എർത്ത് ടെമ്പറേച്ചർ. അല്ലെ, എർത്ത് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു.
ദെൻ ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് ഇഫക്ട്, എന്തുകൊണ്ടാണ് അത് കൂടുന്നത്? ഗ്രീൻ ഹൗസ് ഇഫക്ട് കൊണ്ടാണ് ഇത് കൂടുന്നത്. ഇതിനെ നമ്മൾ എന്താണ്, ഇറ്റ് ഇസ് നോൺ ആസ് ഗ്ലോബൽ, ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ആൻസർ ആണ്. അത് എന്തായിരിക്കും? ഓപ്ഷൻ എ ഡീഗ്രഡേഷൻ ആൻഡ് ഓപ്ഷൻ ബി ഡീകെ, ഓപ്ഷൻ സി ഡിസ്ട്രസ്, ഓപ്ഷൻ ഡി വാർമിംഗ്. നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന്റെ ഉത്തരം അല്ലെ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്ലോബൽ വാർമിംഗ് എന്താന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഭൂമിയുടെ ചൂട് ഗ്രീൻ ഹൗസ് ഇഫക്ട് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ ചൂട് കൂടുന്ന ഒരവസ്ഥയാണ് എന്ത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഇന്നത്തെ സമൂഹം നേരിടുന്നുണ്ട് അല്ലെ. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. കാരണം എന്താണ്, ഇപ്പോ നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയുടെ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാല് എന്ത് ചെയ്തു, ഭയങ്കര തരത്തിലുള്ള പല പല എമിഷനുകള്, അതേപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളുടെ ഒക്കെ മാറ്റത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കാറുണ്ട്. ദെൻ പിന്നെ പിന്നെ ഇതിൽ പറയാനുള്ള കാരണം വെച്ചാല് സൺസ് ഹീറ്റ് ഇതിൽ കൂടും. പിന്നെ അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇതിൽ വരും. പിന്നെ നമ്മൾ ഫോറസ്റ്റ് കട്ട് ചെയ്താല് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഗ്ലോബൽ വാർമിംഗ് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു സൈൻ നമ്മൾ സീ ലെവൽ ഉയരുന്നത്, ഗ്ലോബൽ സീ ലെവൽ ഈസ് റൈസിങ്, ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്, ദെൻ സീ സർഫേസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഗ്ലോബൽ വാർമിംഗിന്റെ സൈനുകളൊക്കെയാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗിൽ പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും എന്താണ് കൂടുതലായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡിവൈഡ്ഫുൾ ടോപ്പിക് ആണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പറഞ്ഞത് a world system in which we use our physical environment and natural resources to meet the just needs of humanity and leave an enriched environment to the next generation is called. Okay, a world system in which we use our physical environment അല്ലെ. ഒരു വേൾഡ് സിസ്റ്റം ആണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ നാച്ചുറൽ റിസോഴ്സസ് ടു മീറ്റ് ദ ജസ്റ്റ് നീഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി, നാച്ചുറൽ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു, ടു മീറ്റ് ദ ജസ്റ്റ് നീഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ലീവ് ആൻഡ് എൻറിച്ച്ഡ് എൻവയോൺമെന്റ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ കോൾഡ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ജനറേഷൻ കോൾഡ് ഡാഷ് എൻവയോൺമെന്റ് അല്ലെ. നമ്മുടെ ഇപ്പൊ ഇതിന്റെ അർത്ഥം നമുക്ക് വളരെ മീനിങ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഫിസിക്കൽ എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ, അവിടെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകളുണ്ട്. ഒരു ലോകം, അവിടെ ഒരുപാട് ഫിസിക്കലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നാച്ചുറൽ റിസോഴ്സുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളത് എടുത്തു വെക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ? അപ്പൊ അത് എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ് എന്നാണെന്ന് ചോദിക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ റെസ്പോൺസിബിൾ, ഓപ്ഷൻ ബി സൗണ്ട്, ആൻഡ് ഓപ്ഷൻ സി എൻലൈറ്റൻഡ്, ആൻഡ് ഓപ്ഷൻ ഡി സസ്റ്റൈനബിൾ. കുറെ ചിന്തിക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നാണ്. ആൻസർ ഡി സസ്റ്റൈനബിൾ ആണ് അല്ലെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ റിസോഴ്സുകളെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വെക്കുന്ന ഒന്നിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാം, ഒന്ന് കൃത്യമായിട്ട് നോക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സോഷ്യൽ മൂവ്മെന്റ്സ് ആർ ഗ്ലോബൽ ഇൻ ദ സെൻസ് ദാറ്റ്, എൻവയോൺമെന്റ് global in the sense that environmentalist social movements are global in the sense that അല്ലെ, environmentalist social movements globally നമ്മൾ എന്താണ് സെൻസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് they increase our awareness of risk that affect the whole planet. അല്ലെ, എന്താണ്, നമ്മുടെ ഹോൾ പ്ലാനറ്റിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ റിസ്കുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ബി എന്താ പറഞ്ഞത്, ദേ അപ്പീൽ ടു യൂണിവേഴ്സൽ വാല്യൂസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ, യൂണിവേഴ്സൽ വാല്യൂസിന് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി അവർ അപ്പീൽ ചെയ്യുന്നു. ദെൻ ഓപ്ഷൻ സി എന്ന് പറഞ്ഞത് ദേ യൂസ് ഗ്ലോബൽ മീഡിയ ടു ജനറേറ്റ് പബ്ലിസിറ്റി അല്ലെ, ഗ്ലോബൽ മീഡിയ യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടി, ജനറേറ്റ് പബ്ലിസിറ്റി. ഇപ്പൊ എന്തെങ്കിലും തരത്തിലൊരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി
ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മീഡിയാസ് വഴി എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെ എത്തിപ്പിക്കുക, ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. ദെൻ ഡി ഓൾ ഓഫ് ദി എബവ്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ് അല്ലെ. അപ്പൊ എൻവയോൺമെന്റലിസ്റ്റ് സോഷ്യൽ മൂവ്മെന്റ്സ് ഓഫ്കോഴ്സ് എന്തായിരിക്കും, നമ്മുടെ പ്ലാനറ്റിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അത് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. ദെൻ യൂണിവേഴ്സൽ വാല്യൂസും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പബ്ലിസിറ്റി കൊടുക്കാനും ആര് ശ്രമിക്കും, എൻവയോൺമെന്റിസ്റ്റ് സോഷ്യൽ മൂവ്മെന്റ്സുകൾ എന്ത് ചെയ്യും, ശ്രമിക്കും എന്നാണ് പറയുന്നത്. ദെൻ പ്ലാച്ചിമട സ്ട്രഗിൾ വാസ് കണ്ടക്ടഡ് എഗെയിൻസ്റ്റ്. ഓക്കെ, പ്ലാച്ചിമട സ്ട്രഗിൾ വാസ് കണ്ടക്ടഡ് എഗെയിൻസ്റ്റ്. പ്ലാച്ചിമട കേട്ടിട്ടുണ്ടായിരിക്കും. പ്ലാച്ചിമട സ്ട്രഗിൾ എന്തിനെതിരെ ആയിട്ടായിരുന്നു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓപ്ഷൻ എ കൊക്കക്കോള കമ്പനി, ഓപ്ഷൻ ബി പെപ്സികോ, ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ ലിവർ ആൻഡ് ഓപ്ഷൻ ഡി എൻഡോസൾഫാൻ ആണ്. ഇതിൽ ആൻസർ വരുന്നത് ആൻസർ എ ആണ്, കൊക്കക്കോള കമ്പനിക്കെതിരെയായിരുന്നു. On 22nd April 2002, the villagers, mostly Adivasi, began to protest in front of the factory by locking its entrance. On 22 April 2002, the villagers, mostly Adivasi, പ്രത്യേകിച്ച് ആദിവാസികള് അല്ലെങ്കിൽ വില്ലേജേഴ്സ് 2002 ഏപ്രിൽ 22 എന്ത് ചെയ്തു, ഈ പറയുന്ന കൊക്കക്കോള കമ്പനി ഫാക്ടറിയെ ബ്ലോക്ക് ചെയ്യുകയും അവിടെ എൻട്രൻസിനെ ബ്ലോക്ക് ചെയ്യുകയും ദെൻ ഈ ഫാക്ടറിക്ക് മുന്നിൽ അവർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റുകൾ നടത്താൻ തുടങ്ങുകയും ചെയ്തു. ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് മൈലമ്മയായിരുന്നു കേട്ടോ. മൈലമ്മ ചോദിച്ചു കാണാറുണ്ട്, ഒരു PYQ ആണ്, ICDSന്റെ PYQ ആണ്. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിന്റെ വർഷം ആലോചിക്കണം. 2002 ഏപ്രിൽ 22 വില്ലേജസ് അല്ലെങ്കിൽ ആദിവാസീസ് അവരുടെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യുകയും ഫാക്ടറിക്ക് മുന്നിൽ പ്രൊട്ടസ്റ്റ് പരിപാടി നടത്തുകയും ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത് മൈലമ്മയായിരുന്നു. ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കൂടിയായിരുന്നു. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് മേ ഹാപ്പൻ ഡ്യൂ ടു. എന്തുകൊണ്ടൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത്? നമുക്ക് സ്ഥലം നഷ്ടപ്പെടുക എന്നൊക്കെ പറയും, അത് എന്തുകൊണ്ടൊക്കെയാണ് നഷ്ടപ്പെടുന്നതാണ് ചോദിക്കുന്നത്. എ ഡെവലപ്മെന്റ്, ബി മൈനിങ് ആൻഡ് സി നാഷണൽ പാർക്ക്, ഓപ്ഷൻ ഡി ഡിസാസ്റ്റർ. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ABCD, B ABC, C AB ആൻഡ് D. ആൻസർ വരുന്നത് മുഴുവൻ ABCD. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഡിസ്പ്ലേസ്മെന്റ് പല രീതിയിൽ സംഭവിക്കില്ല. അപ്പൊ നിങ്ങൾ കണ്ടായിരിക്കും നിങ്ങളുടെ നാടിലൂടെയൊക്കെ നാഷണൽ ഹൈവേസ് പോകുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വികസനമാണ് എന്ത് ചെയ്യും, അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊജക്ടുകൾ വരുന്ന സമയത്ത്, ഇപ്പോഴത്തെ ഡാമുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാറുണ്ട്. അതിന് വേണ്ട എന്ത് ചെയ്യണം, അതിന് വേണ്ട നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുക്കണം അല്ലെ. ഇപ്പോ ജയിലുകള്, അതിന് വേണ്ട നഷ്ടപരിഹാരം ആര് കൊടുക്കണം, ഗവൺമെന്റ് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മള് വളരെ ആഗ്രഹത്തോടു കൂടി ഒരു വീട് പണിതിട്ട് 2-3 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഒരു റോഡിന് വീതി കൂട്ടുകയാണെന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടല്ലേ, വികസനം ഉണ്ട്. ഞാൻ പറഞ്ഞു വികസനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, റോഡ് വീതി കൂട്ടുക അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഡെവലപ്മെന്റ് കൊണ്ട് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാം. അതേപോലെ തന്നെ മൈനിങ്ങിലെ ഖനനങ്ങൾ അതുകൊണ്ട് സംഭവിക്കാം. നാഷണൽ പാർക്കുകൾ വരാം അല്ലെ, നാഷണൽ പാർക്ക് കൊണ്ട് സംഭവിക്കാം. ഇതിനെന്താണ്, ഡിസാസ്റ്ററിലെ ദുരന്തങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാം, ചില സമയത്ത് ഇപ്പോ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടും എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കാറുണ്ട്. അപ്പൊ ഡെവലപ്മെന്റ്, മൈനിങ്, നാഷണൽ പാർക്ക്, ഡിസാസ്റ്റർ എന്നിവ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സംഭവിക്കാറുണ്ട്. അടുത്തത് എലാബറേറ്റ് UNDP-യുടെ എലാബറേഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് മാത്രം പഠിച്ചാൽ അത് തന്നെയാണ് അതിൽ ഉത്തരം. ഓക്കെ, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് UNDP-യുടെ ഫുൾ എലാബറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു UNDP-യുടെ മെയിൻ അജണ്ട അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇന്റൻഡിങ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് പ്രിവെന്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ഇൻ മോർ ദാൻ 170 countries. ഓക്കെ, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇന്റൻഡിങ് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി അല്ലെ. എന്താ അവരുടെ ഒരു മെയിൻ ഇന്റൻഷൻ എന്താണ്,
പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക അല്ലെ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക ആൻഡ് പ്രിവെന്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെ, പ്രിവെന്റ് ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് ചെയ്യുക, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് ചെയ്യുക ആൻഡ് എക്സ്ക്ലൂഷൻ ഇൻ മോർ ദാൻ 170 കൺട്രീസ് അല്ലെ, 170 രാജ്യങ്ങളിലൊക്കെ എക്സ്ക്ലൂഷനുകൾ എന്ത് ചെയ്യുക, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ, ഡിസ്ക്രിമിനേഷൻ പ്രിവെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഏജൻസിയാണ് UNDP എന്ന് പറയുന്നത്. Then 64, 64ാമത്തെ ക്വസ്റ്റ്യൻ ഡീക്കേഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡീക്കേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1980s, ഓപ്ഷൻ ബി 1990s, ആൻഡ് ഓപ്ഷൻ സി 2000s, ആൻഡ് ഓപ്ഷൻ ഡി 1950s. ആൻസർ വരുന്നത് ആൻസർ എ ആണ്, 1980s ആണ് എന്ത് ചെയ്തത്, നമ്മുടെ ഡീക്കേഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഡീക്കേഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നറിയപ്പെടുന്നത് 1980s ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ജാരിയ കോൾഫീൽഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ആൻഡ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ആൻഡ് ഓപ്ഷൻ സി ജാർഖണ്ഡ്, ആൻഡ് ഓപ്ഷൻ ഡി തമിഴ്നാട്. ഉത്തരം വരുന്നത് ആൻസർ സി ആണ്, ജാർഖണ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ജാർഖണ്ഡ് അങ്ങനെ കണക്ട് ചെയ്യുക. ജാരിയ കോൾഫീൽഡ് ജാർഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ദെൻ Jaria coalfield is a large coalfield, large coalfield located in the east of India, Jaria, Jharkhand. Large coalfield ആണ് Jaria, ജാർഖണ്ഡിലാണ് എന്ത് ചെയ്തത്, ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ദിരാഗാന്ധി കനാൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഗുജറാത്ത്, ആൻഡ് ഓപ്ഷൻ ബി ന്യൂഡൽഹി, ആൻഡ് ഓപ്ഷൻ സി കേരള, ദെൻ ഓപ്ഷൻ ഡി രാജസ്ഥാൻ. എവിടെയാണ് ഇന്ദിരാഗാന്ധി കനാൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഉത്തരം വരുന്നത് ആൻസർ ഡി രാജസ്ഥാനിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഇന്ദിരാഗാന്ധി കനാൽ ലോങ്സ്റ്റ് കനാൽ ഇൻ ഇന്ത്യ. ലോങ്സ്റ്റ് കനാൽ ഇൻ ഇന്ത്യ 650 കിലോമീറ്റർ. രാജസ്ഥാൻ കനാൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ദെൻ പോങ് ഡാം സിറ്റുവേറ്റഡ് ഇൻ വിച്ച് റിവർ. പോങ് ഡാം സിറ്റുവേറ്റഡ് ഇൻ വിച്ച് റിവർ. ഏത് റിവറിലാണ് പോങ് ഡാം സിറ്റുവേറ്റ് ചെയ്ത് കിടക്കുന്നത്. ബീസ് റിവർ, സിന്ധു റിവർ, കാവേരി റിവർ, നർമ്മദ റിവർ. ബീസ് റിവർ, സിന്ധു റിവർ, കാവേരി റിവർ, നർമ്മദ റിവർ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബീസ് റിവർ ആണ്. ഓക്കെ, ബീസ് റിവർ ആണ് പോങ് ഡാം സിറ്റുവേറ്റ് ചെയ്യുന്ന റിവർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് മാൻമെയ്ഡ് റിസർവോയർ. ഓക്കെ, ഈ പോങ് ഡാം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് മാൻമെയ്ഡ് റിസർവോയർ ആണ്. ഓക്കെ, വൺ ഓഫ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് മാൻമെയ്ഡ് റിസർവോയർ ആണ് എന്ത്, പോങ് ഡാം എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഇന്ത്യസ് ലാർജസ്റ്റ് മാൻമെയ്ഡ് റിസർവോയർ ആണ് പോങ് ഡാം. പോങ് ഡാം പ്രൊജക്ട് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബംഗാൾ, ആൻഡ് ഓപ്ഷൻ ബി കേരള, ആൻഡ് ഓപ്ഷൻ സി പഞ്ചാബ്, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഓപ്ഷൻ എ ബംഗാൾ, ആൻഡ് ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി പഞ്ചാബ്, ദെൻ ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്, ഹിമാചൽ പ്രദേശ് ആണ്. ഹിമാചൽ പ്രദേശിലാണ് പോങ് ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് ഇനി നമുക്ക് കുറച്ച് ചിലർ നോക്കാം. ലോങ്സ്റ്റ് ഡാം എന്ന് പറയുന്നത് ഹിരാക്കുഡ് ഡാം. ഹാർഡസ്റ്റ് ഡാം എന്ന് പറയുന്നത് തെഹരി ഡാം ആണ്. സ്മോളസ്റ്റ് ഡാം എന്ന് പറയുന്നത് ചെറുതോണി ഡാം ആണ്. ലോങ്സ്റ്റ് ഹിരാക്കുഡ്, ഹാർഡസ്റ്റ് ഡാം തെഹരി ഡാം, സ്മോളസ്റ്റ് ചെറുതോണി ഡാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നർമ്മദ വാലി ഡെവലപ്മെന്റ് പ്രോജക്ട് ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദി പ്രൊജക്ട് ലെഡ് ബൈ ഇൻ 1961 ആണ്. ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ആയിട്ടുള്ള നർമ്മദ വാലിയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദി പ്രൊജക്ട് ആരുടെ സമയത്താണ്, 1961 നടക്കുന്നത്. അത് ആരുടെ സമയത്താണ് നടക്കുന്നതാണ്. ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ആൻഡ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ആൻഡ് ഓപ്ഷൻ ഡി നരേന്ദ്ര മോദിയാണ്. അതിന്റെ ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്തായിരുന്നു അതിന്റെ ഫൗണ്ടേഷൻ പ്രൊജക്ട് നടന്നിട്ടുണ്ടായിരുന്നത്. 1961 അതിന്റെ ഫൗണ്ടേഷൻ പ്രൊജക്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നർമ്മദ വാലി ഡെവലപ്മെന്റ് പ്രൊജക്ട് നോൺ ആസ്. നമ്മൾ ഇതുവരെ ആ പോയിന്റ് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. നർമ്മദ വാലി ഡെവലപ്മെന്റ് പ്രോജക്ട് എന്തിന്റെ ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നർമ്മദ വാലി, ഓപ്ഷൻ ബി സർദാർ സരോവർ പ്രൊജക്ട്, ആൻഡ് ഓപ്ഷൻ സി തെഹരി പ്രൊജക്ട്, ഓപ്ഷൻ ഡി ഹിരാക്കുഡ് പ്രൊജക്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, സർദാർ സരോവർ
പ്രൊജക്ട്. ഏകദേശം ഈ സർദാർ സരോവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ നർമ്മദ വാലി പ്രോജക്റ്റിലെ മെയിൻ ആയിട്ട് 30 മേജർ ഡാമുകള്, 136 മീഡിയം ഡാമുകള്, 3000 മൈനർ ഡാമുകളൊക്കെയായിരുന്നു ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. 30 മേജർ ഡാമുകള്, 136 മീഡിയം ഡാമുകള്, 3000 മൈനർ ഡാമുകളൊക്കെയായിരുന്നു ഇവര് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. Then 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ് the right to fair compensation and transparency in land acquisition, rehabilitation and resettlement act came into force. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒന്നാണ്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് കൊണ്ട് സംഭവിക്കാം, മൈനിങ് കൊണ്ട് സംഭവിക്കാം, നാഷണൽ പാർക്ക് കൊണ്ടൊക്കെ സംഭവിക്കാം, ഡിസാസ്റ്റർ കൊണ്ടൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കട്ടെ. ദെൻ ആഫ്റ്റർ എന്താണ് ഈ ആളുകൾ ചെയ്യേണ്ടത് അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് പല സമയത്തൊക്കെ ഉണ്ടായിരിക്കും മാന്യമായിട്ടുള്ള ഒരു എന്തും കൊടുത്തിട്ടുണ്ടായില്ല, അവർക്ക് വേണ്ട ഒരു നഷ്ടത്തിന്റെ കണക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അല്ലെ? അപ്പൊ മാന്യമായ രീതിയിൽ ഒരു ഫെയർ കോമ്പൻസേഷൻ ഈ പറയുന്ന ലാൻഡ് ഗവൺമെന്റ് എടുക്കുന്ന സമയത്ത് വ്യക്തികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞൊരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്ന വർഷമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓപ്ഷൻ എ 2011, ഓപ്ഷൻ ബി 2012, ഓപ്ഷൻ സി 2013 ആൻഡ് ഓപ്ഷൻ ഡി 2000. ഇതിന് ആൻസർ വരുന്നത് ആൻസർ സി 2013 ആണ്. അപ്പൊ 2013 ഫെയർ കോമ്പൻസേഷൻ അല്ലെ? നമുക്ക് നമ്മുടെ ഒരു ലാൻഡ് എടുക്കുന്ന സമയത്ത്, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫെയർ കോമ്പൻസേഷൻ കിട്ടില്ലേ? ആ ഒരു ഭൂമിക്ക് എത്രയാണോ അതിന് വേണ്ട ഒരു ഫെയർ കോമ്പൻസേഷൻ കിട്ടണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ആ വ്യക്തികൾക്ക് അതിനെ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ വീടും ഇതൊക്കെ നമ്മൾ ഗവൺമെന്റ് വിട്ടുകൊടുത്ത് നമുക്കൊരു പക്ഷെ പിന്നീട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫെയർ കോമ്പൻസേഷൻ എന്ത് ചെയ്യണം, കൊടുക്കണം. ലാൻഡ് അക്വിസിഷന്റെ സമയത്ത് റീഹാബിലിറ്റേഷൻ റീസെറ്റ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ 2013 ആ ആക്ട് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഫെയർ കോമ്പൻസേഷൻ ത്രൂ resettlement and rehabilitation of those affected, adequate safeguards for their well-being and complete transparency in the process of land acquisition. The title has been amended to reflect this. Okay, fair compensation through resettlement and rehabilitation of those affected, adequate safeguards for their well-being and complete transparency in the process of land acquisition. നമ്മൾ ലാൻഡ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ അഡീക്വേറ്റ് അതായത് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ട അഡീക്വേറ്റ് സേഫ് ഗാർഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അതേപോലെ തന്നെ ഫെയർ കോമ്പൻസേഷൻ ഈ റീസെറ്റിൽമെന്റിന് വേണ്ടിയിട്ടും റീഹാബിലിറ്റേഷന് വേണ്ടത് പുനരധിവസിക്കുന്ന വേണ്ട ഫെയർ കോമ്പൻസേഷൻ എന്ത് ചെയ്യണം, അവർക്ക് നൽകണം. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, അവരെ ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടത്തണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസിൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ കൂടി പറഞ്ഞു തരാം. ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഡെവലപ്മെന്റൽ ഇഷ്യൂസിൽ നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് പോവർട്ടിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസുകളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൽ പോവർട്ടി എങ്ങനെയൊക്കെയാണ് ഇല്ലാണ്ടാക്കാമെന്ന ഒരുപാട് സ്കീമുകൾ, ഇവിടെ നമുക്ക് ഒരുപാട് സ്കീമുകൾ പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, ദെൻ പോവർട്ടി ലൈൻ എന്താണ്, BPL APL എന്താണ്, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത നമ്മൾ കൊടുക്കുന്നത് കൺസ്യൂമറിസം ആണ്. കൺസ്യൂമറിസം അല്ലെ, ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ എന്തൊക്കെയാണ് അല്ലെ, ഇവിടേക്ക് നമുക്ക് ഒരുപാട് ആക്ടുകൾ പഠിക്കാനുണ്ട്, അതാണ് അതിൽ പഠിക്കുന്നത്. ദെൻ അടുത്ത് റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ ഗ്രാമീണ നാഗരിക മേഖലയിലെ പ്രധാനപ്പെട്ട ഡിസ്പാരിറ്റീസ് എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ. എൻവിയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ ചോദിക്കുന്നുണ്ട്. എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷനിൽ വരുന്നത് എയർ പൊല്യൂഷൻ വരുന്നുണ്ട്, ദെൻ വാട്ടർ പൊല്യൂഷൻ വരുന്നുണ്ട്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് വരുന്നുണ്ട്, ക്ലൈമാറ്റിക് ചേഞ്ച് വരുന്നുണ്ട്, ദെൻ പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ട്, ദെൻ സോഷ്യൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രോബ്ലംസ് ഓഫ് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സിലബസിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലെ. എന്താണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസുകള്, അതേപോലെ തന്നെ കൺസ്യൂമറിസം,
തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. വേറെ കുറെ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ പറയുന്ന പോവർട്ടി, കൺസ്യൂമറിസം, എൻവിയോൺമെന്റ് ഡിഗ്രഡേഷൻ, അതേപോലെ തന്നെ എൻവിയോൺമെന്റ് ഡിഗ്രഡേഷന്റെ ഫലമായിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റുകൾ സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വ്യക്തികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, then അതേപോലെ തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ മാസ്റ്റർ കീയുടെ കോഴ്സിനെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. മാസ്റ്റർ കീയില് നമ്മൾ പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ കാര്യം ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മൾ ആക്ടുകൾ വളരെ വൃത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നത്. ദെൻ ഈ ഒരു ICDSന്റെ സോഷ്യോളജി സിലബസ് വളരെ സിമ്പിൾ ആയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു സോഷ്യൽ നമ്മൾ കഴിഞ്ഞ എടുത്ത സോഷ്യൽ പ്രോബ്ലം, ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, വിമൺ ആൻഡ് ഡെവലപ്മെന്റ്, ഈ 3 ചാപ്റ്റർ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ പിന്നീടുള്ള ഒരു ചാപ്റ്റർ ഫാമിലിയാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഒന്നുള്ളത് ടൂൾസ് ആൻഡ് ടെക്നിക് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ്. ടൂൾസ് ആൻഡ് ടെക്നിക് ഡാറ്റ കളക്ഷൻ നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്രാവശ്യം നമ്മുടെ സിലബസിൽ ഉള്ളൂ. അങ്ങനെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ 3 ചാപ്റ്ററിലും ഒരുപാട് ആക്ടുകള്, ഒരുപാട് സ്കീമുകള്, ഗവൺമെന്റ് പ്രൊജക്ടുകള്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിയൽ ഫാക്ടുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സ്കോർ ചെയ്യാൻ പറ്റുക. ഓപ്ഷൻസുകൾ നോക്കുക, ഓപ്ഷൻസുകൾ നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഓപ്ഷൻസുകൾ പഠിക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഒരു ICDSന്റെ പഴയ VYQ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യും, എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.